പവർ എന്താണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ടീം ബിൽഡിംഗ് രാം സാർ പറഞ്ഞു, മനോഹരമായിട്ട് സാർ പറഞ്ഞു അല്ലേ. അതിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് സ്റ്റാർ പ്ലാറ്റിനം വരെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ടെക്നിക്കൽ ലെവലാണ്, കുറച്ചുകൂടെ സീനിയർ ലെവലാണ്. ഒരു സ്റ്റാർ റോയൽറ്റി ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഒന്നും കൂടി ഒന്ന് ആവേശത്തോടു കൂടി അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരും. എങ്കിലും നമുക്ക് സംശയമാണ്, ആൾക്കാർക്ക് പൊതുവെ സംശയം, ഇതിന്റെ പവർ എന്താണ്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്താണ് ആർസിഎമ്മിന്റെ പവർ? ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഗോപകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാം കേൾക്കാൻ ഇടവന്നു. ആ പ്രോഗ്രാമിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടി ഇൻസ്പയർ ചെയ്ത ഗ്രേറ്റ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഗോപകുമാർ സാറിനെ അല്ലേ, നോക്കി ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മളുടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടേ വേണോ? പക്ഷെ ഇങ്ങനെ ഇരിക്കണോ ഇങ്ങനെ ഇരിക്കണോ? എങ്ങനെ ഇരിക്കണ്ടേ? അതാരാ തീരുമാനിക്കണ്ടേ? ആരാ തീരുമാനിക്കണ്ടേ? നമ്മളല്ല. ആരാ തീരുമാനിക്കണ്ടേ? ആ തീരുമാനം ഉറച്ചതാണെങ്കിൽ സംഗതി ഓക്കെ. ഇത് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. ഞാൻ തുടങ്ങുന്ന പ്രത്യേകിച്ച് ടീം ബിൽഡിംഗ് പറയുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്. എന്താണ്? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇത് പറയാറുണ്ട്. പക്ഷെ എത്ര പേർക്ക് ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് അല്പമെങ്കിലും ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ പറയുക, ടീം ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട് അല്ലെ, വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ആ സമയത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് അധ്വാനിച്ചാൽ, അല്ലെങ്കിൽ അടുത്ത് വരുന്ന ലിഡേഴ്സൊക്കെ പറയാറുണ്ട് 3 മുതൽ 5 വർഷം വരെയാണ് ക്രൂഷ്യൽ. ആ ഒരു സമയത്ത് അല്പം എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നീട് രാജാവിനെ പോലെയും രാജ്ഞിയെ പോലെയും വാഴാം. ശരണയമ്മയുടെ കുറച്ചു മുമ്പ് പറഞ്ഞൊരു വാക്കാണ് അല്ലേ. വേണം അമ്മ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞത്? അമ്മയുടെ ഹസ്ബൻഡാണോ പറഞ്ഞത്? അമ്മയാണ്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? നീ എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ രാജ്ഞിയെ പോലെ ജീവിക്കാന്നാണ്. ഹലോ അല്ലെ, പെണ്ണ് കാണാൻ മുൻപ് പറഞ്ഞൊരു കാര്യം. അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ഒരു ഭാര്യ, അത് പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇപ്പൊ എനിക്കാണ്. എന്റെ കുട്ടീനെ കൂടെ ഞങ്ങൾ വരാറുണ്ട്. എല്ലാ മീറ്റിങ്ങിലും എന്റെ മോളും ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സൊക്കെ ഒരു ജോലിക്ക് പോകുമ്പോൾ കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഞങ്ങള് വർക്കില്ലാത്ത സമയത്തും അടിച്ചു പൊളിച്ച് കിടക്കാം. 3 പേരും കൂടി അടിച്ചു പൊളിച്ച് കിടക്കാം. സാറിന്റെ കൂടെ ടൂർ പോയിട്ടുണ്ടായിരുന്നു. 2 അമ്മമാരുണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു, നിതിക് സാറുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചിട്ട് തന്നെ പോണത്. ഇനി അടുത്ത മാസം ടൂർ പോകുമ്പോൾ ഞങ്ങൾ പോകും. ശരണ്യ, എനിക്ക് ഓർമ്മയുണ്ട്, ഇവരുടെ വിവാഹം കഴിഞ്ഞ് 2ാമത്തെയോ 3ാമത്തെയോ പ്രോഗ്രാമുകളിലാണ് ചേരാനല്ലൂര് വന്നിട്ട് ഓർമ്മയുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ശരണ്യയും ഇന്നത്തെ രാജ്ഞി ശരണ്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹലോ ശ്രീയാക്ഷൻ, ഇത് വെറുതെ പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറെ ക്ലാസ്സുകൾ കേട്ടു, കുറെ നോട്ട് എഴുതി, നമ്മള് എന്താ പറയുക, കുറെ ഡാൻസ് കളിച്ചു, പാട്ട് പാടി, തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? ശരിക്കുള്ള രാജ്ഞി നേരം വീട്ടിൽ അല്ലേ? അവിടുന്ന് നമ്മൾ എന്ത് തീരുമാനം, അവിടെ നിന്നുള്ള പ്രവർത്തനമാണ് നമ്മളെ എന്താക്കുക, ഇതിൽ സക്സസ് ആക്കുക. അപ്പൊ വേണമെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് കുറച്ച് നാളുകൾ ആർസിഎമ്മിന് ഫോക്കസ് കൊടുത്ത് ചെയ്യാം. പിന്നീട് എന്താ സംഭവിക്കാം? ഇതുപോലെ മേഡം കുറച്ചു ഞാൻ അന്നേരം പഴയ കാര്യം ചോദിച്ചു. കുറച്ചു മുമ്പ് ആൻസർ ചോദിച്ചു പറഞ്ഞു, അടുത്ത മാസം 31-ാം തീയതി ആവുന്നതിനും അവർ ആരാകുന്ന പറഞ്ഞ് ആർസിഎമ്മിലെ ടെക്നിക്കൽ അച്ചീവർ ആവുന്നതാണ്. ഹലോ, ശ്രദ്ധിച്ചു
അല്ലേ? നമ്മളെ ചില ആൾക്കൊരു ഏത് പൊസിഷനാണ് സാറെ കഷ്ടിച്ചൊരു ബിഗിനർ അല്ലെങ്കിൽ രണ്ടാമത്തെ ലെവൽ സ്റ്റാർട്ടർ ഓപ്പണർ അല്ലേ? ഇവിടുന്നൊക്കെ മാറണ്ടേ, ഇവിടുന്നൊക്കെ കയറണ്ടേ, വലിയ വിധം നേരണ്ടേ? ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ട്. ഈ ജോലി ചെയ്യുന്ന എല്ലാവരോടും നമ്മൾ എന്ത് പറയാറുണ്ട്? നമ്മൾ എന്ത് പറയാറുണ്ട്? എത്ര പേര് പറയാറുണ്ട്? നമ്മൾ പറയാറില്ല, അതാണ് പ്രശ്നം. ഇനി സജീവ് സാർ നമ്മളോട് എന്താ പറഞ്ഞേ? പറയണം എന്നാണോ പറഞ്ഞ്? പറയണം എന്നാ പറഞ്ഞ്? പ്രശ്നം എന്താണ്? തള്ളാൻ പിടിക്കറ. നമ്മൾ തള്ളാൻ കാരണം മുട്ടിൽ കഴിച്ചിട്ടാണ്. എഴുതണമെങ്കിലോ പ്രാക്ടീസ് ചെയ്യും വേണ്ടേ? എങ്ങനെ മാർക്കറ്റിംഗ് പ്ലാൻ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇപ്പൊ ഇൻകം പ്ലാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരെ കൈവക്കാൻ പറ്റും. ഒന്നുകൂടെ കൈവക്കും. ഇൻകം പ്ലാൻ എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവര് ഭാഗ്യം 2-3 പേരെ കെട്ടിയിരിക്കുന്നു. ഭാഗ്യം ഞാൻ അത്രയെങ്കിലും ഭാഗ്യം അല്ലേ? നമ്മൾ ഒരാളോടും ഇൻകം പ്ലാൻ പറയാറില്ല. എഴുതി കാണിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? തവണ എടുക്കും. 34 അസുഖങ്ങൾക്കുള്ള മരുന്നും പ്രതിവിധി. നമ്മളെ സംബന്ധിച്ച് ആർസ്യം എന്താ ആർസ്യം? തവിടുന്ന. ഹലോ, ലക്ഷങ്ങൾ വരുമാനം കിട്ടും. നമ്മൾ ആർസ്യം എഫക്റ്റീവായിട്ട് ആരോടും കാണിച്ചു കൊടുക്കാറുമില്ല, നമ്മൾ സംസാരിക്കാറുമില്ല. ഒന്നുകിൽ നാണമാണ്, അല്ലെങ്കിൽ പേടിയാണ്, അല്ലെങ്കിൽ ഞാനെന്ന ഭാവമാണ്, ഞാൻ ആരും ആണെന്നുള്ള ഭാവമാണ്, അതല്ലെങ്കിൽ മടിയാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ഇത് ചെയ്താൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഹലോ, ഇതിൽ ഏതാ പ്രശ്നം? ഈ ഏറ്റവും ലാസ്റ്റ് വേണ്ടതാണ് അല്ലേ? ജോലിക്ക് പോവുക. ഞാൻ ആർസിൽ തുടങ്ങിയ സമയത്ത് ജോലി രാജിവെച്ചു, സ്വന്തമായിട്ട് ഒരു ടൂർ കമ്പനി തുടങ്ങി. തുടങ്ങുന്നതിന്റെ ലക്ഷ്യം ഇതായിരുന്നു: ഓഫീസ്, എനിക്ക് ഇരിക്കാൻ ഒരു സ്പേസ് വേണം. അവിടെ വരുന്നവരോട്, എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് എനിക്ക് ഉറപ്പാണ്. വരുമ്പോൾ അവരോട് ആർസ്യം പറയാൻ പറ്റണം. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ ടൂർ ഓപ്പറേറ്റർ ആയിരിക്കും. കയറി വരുമ്പോൾ പുള്ളിയുടെ ടേബിളിൽ ലാപ്ടോപ്പ് ഉണ്ട്, പ്ലസ് റൈസ് ബ്രാൻ ഓയിൽ, ആട്ട, കടല, പരിപ്പ്, ചായപ്പൊടി, കാപ്പി, മല്ലി, മഞ്ഞൾ, മുളക്, പിന്നെ ഓൾറൗണ്ടർ പേസ്റ്റും ഹെർബൽ പേസ്റ്റും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ജോബി സർ ഈ കാര്യം സത്യമാണോ എന്ന് ജോബി സർ പറയും. 100% ശരിയാണ്. ഞാൻ ആർസിഎമ്മിൽ വരുന്നതിന് മുമ്പ് പരിചയമുള്ള വ്യക്തിയാണ്. എന്റെ വളരെ നല്ലൊരു സുഹൃത്തുമായിരുന്നു. ഞങ്ങള് ആർസിഎമ്മിൽ വരുന്നതിന് മുമ്പ് പരിചയമുണ്ട്. അപ്പൊ ഇദ്ദേഹം ഞങ്ങളുടെ ഓഫീസിന്റെ കമ്പ്യൂട്ടർ മുഴുവൻ സെയിൽസ് ആൻഡ് സർവീസ് ജോബി സാറായിരുന്നു. അപ്പൊ നേരത്തെ പരിചയമുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം ജോബി സാറിന് അറിയാം. കാരണം ആ ഓഫീസിലും ആര് വന്നിട്ടുണ്ട്? ജോബി സാർ വന്നിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. അങ്ങനെ ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ എന്തായി? എന്റെ ഓഫീസിലോട്ട് എന്നെ കാണാൻ ആരും വരാതെ. കാരണം എന്താ? വന്നാൽ ആർസിഎം പറയും. ഗിരീഷ് സാർ ആർസിഎം പറയുന്നത് പറഞ്ഞ് ചാലക്കുടി ഭാഗത്തേ വരില്ലായിരുന്നു ആരും സുഭാഷ് സാർ. ഹലോ, എഫക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ കാണിച്ചു കൊടുക്കണം ആർസ്യം എന്താണ്. ഒരു നെഗ്ലിജന്റ് അർത്ഥം അശ്രദ്ധ എന്നാണ് അല്ലേ? ഒരു അശ്രദ്ധയല്ല. ആൾക്കാര് എന്താ പറയണ്ടേ, ഒരു അവഗണന, ഒരു അവജ്ഞ അല്ലേ? ഇപ്പോ നമ്മള് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇഷ്ടമുള്ള ആൾക്കാർ, ഇഷ്ടമുള്ള വ്യക്തി ഇപ്പോ അല്ലെ? കുറച്ച് ആൾക്കാർ കൈവക്കി. ഇപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും എന്ത് ഇഷ്ടമല്ല? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇഷ്ടമില്ല. സാറിന് ഇഷ്ടമാണോ? സാർ കൈവക്കിയിട്ടില്ല അല്ലെ? ഇഷ്ടമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇത് കേൾക്കുമ്പം തന്നെ ചതുർത്ഥിയാണ്, ശരിയല്ലേ?
മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, അയ്യോ എന്തോ ഒരു ഇതാണ്. അപ്പൊ പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേൾക്കപ്പെടും. ഇഷ്ടം എത്ര പേരുണ്ട്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേട്ടാൽ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഇപ്പോഴത്തേതാണോ പഴയതാണോ? അതാണ് വ്യത്യാസമുണ്ടോ? ഓ ഇപ്പൊ പ്ലാനൊക്കെ പഠിച്ചു, അവന്റെ ഇഷ്ടമാണ്. എന്താ കൈവക്കാത്ത ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോ ഇത് രണ്ടും ഇഷ്ടമില്ല. അപ്പൊ പിന്നെ മൂന്നാമത്തേത് ഭയങ്കര ഇഷ്ടമാണ്, മണി ചെയ്യും അല്ലേ? ഇതെന്തെന്ന് പറയാം, മറ്റുള്ളവർ നമ്മളെ ഇത് ഒരു കറക്റ്റ് ശരിയായ രീതിയിൽ എടുക്കാൻ സാധ്യതയില്ലാത്ത എന്തുകൊണ്ടാണ്? ഈ ഒരു ഇതിൽ പെട്ട ആൾക്കാരാണ് പലരും. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കാൻ പര്യാപ്തമായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ പോകുന്നത് എന്താണ്? ഇപ്പോഴും ചോദിക്കാറില്ല നമ്മളോട് ചെയിന്റെ പരിപാടിയല്ലേ? അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ ഒരു അടിപൊളി മറുപടി കൊടുക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ ചില ആൾക്കാരെങ്കിലും? കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ ഒരിക്കലൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഒരാളെ കൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു, എന്ത് ഈ ചെയിനെ കുറിച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ ചെയിനിന്റെ സൃഷ്ടികളാണ് ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ. എങ്ങനെയാണെന്നറിയോ? ചെയിനെ കുറിച്ച് താല്പര്യം ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ചെയിൻ ആർക്കും ഇല്ല. കാരണം ആരും കൈകൊണ്ടില്ല. വെറും ചെയിൻ. ഞാൻ മണി ചെയിൻ പറഞ്ഞില്ലേ, ചെയിനെ കുറിച്ച് താല്പര്യം ഉണ്ടോന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ചെയിനെ കുറിച്ച് ആൾക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്റെ അച്ഛന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ഹലോ, 2 സ്ഥലത്ത് കിടന്ന ആൾക്കാര് ഒന്നിച്ചു. അവർക്ക് കുറെ മക്കളുണ്ടായി. അവിടുന്ന് ആരുണ്ടായി? എന്റെ അച്ഛൻ. ഞാനെങ്ങനെ ഉണ്ടായി? ആ ചെയിൻ അടുത്ത തലമുറ അടുത്ത കണക്ഷൻ വന്നു അല്ലേ? ഞാനുണ്ടായി, എന്റെ മകളോ. ഇതാണ് ചെയിൻ. ലോകത്തിലെ ചെയിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഉസ്താദുകളായിരിക്കുന്നത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ്? ചതുർത്ഥി അല്ലേ? ഹലോ, നമുക്കിത് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആളെ നോക്കി സംസാരിക്കുന്നു. ശരിയല്ലേ? എല്ലാവർക്കും നമ്മൾ ആർസിമിന്റെ കറക്റ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. സജി സാർ 4 പോയിന്റ് എന്തെങ്കിലും ഇവിടെ എഴുതി. എന്തൊക്കെ എഴുതി? പ്ലാൻ പറയുമ്പോൾ ആരോട് പറയണം, എന്ത് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം. ശരിയല്ലേ? പറയാറുണ്ടോ? വളരെ കുറച്ച് പേര് പറയാനുള്ളൂ എഫക്റ്റീവായിട്ട്. ഇനി അഥവാ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നെയ്ബേഴ്സ്. ദൈവം സഹായിച്ചു ഇവര് എന്ത് ചെയ്യില്ല? ഒന്നും ചെയ്യില്ല. ചെയ്യും. നമ്മൾ ഇവരുടെ പറയുക. ശരിയല്ലേ? നിങ്ങൾ എഴുതിയ ലിസ്റ്റിൽ ആരുടെ പേരാണ്? ഇന്നലെ 10 പേരുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞു. എന്ത് ലിസ്റ്റ്? എന്ത് എവിടെ ലിസ്റ്റ്? ചോദിക്കില്ല എന്നാണോ വിചാരിച്ചത്? അത് 500 എണ്ണം എഴുതണമെന്നല്ലേ പറഞ്ഞേ? എത്ര? ഇപ്പൊ 500 ലിസ്റ്റോ? നിർമ്മലവിടെ എത്ര എഴുതി? 3 മണിക്ക് ട്രെയിൻ ഉണ്ട്, പോകുന്നില്ലേ? എത്ര എഴുതി? പറഞ്ഞാൽ മതി. 50. ആഗ്രഹം ഡയമണ്ട് ആവണം. എത്ര എഴുതി? ഈ ബുക്ക് ഇന്ന് തീരും. ഇന്നിപ്പോ ചവറ്റോട്ടയിലും ഈ ബുക്ക് ലിസ്റ്റ് എഴുതി. ബുക്ക് എവിടെ പോകും? പകർത്ത് പോലും എഴുതി. ഇതവിടെ കൊണ്ടേ തീർന്നു അല്ലേ? ലിസ്റ്റ് ഉണ്ടോ? മായ മേഡം എത്ര പേര് എഴുതി? 50. എന്താണ് ഇല്ല 50 നിർത്തി? അങ്ങനെയാണോ പറഞ്ഞത് സാറേ? 50 എന്നാണോ 500 എന്നാണോ പറഞ്ഞത്? ഓരോരുത്തർ 50. അങ്ങനെ ടോട്ടൽ 500 എന്നാണോ പറഞ്ഞത്?
എന്തോ ഓ അറ്റ്ലീസ്റ്റ് മിനിമം 50. പിന്നെ നമ്മളെല്ലാം മിനിമത്തെ പിടിക്കുന്നത്, നമുക്ക് മാക്സിമം വേണ്ടല്ലോ, ശരിയല്ലേ? കാരണം മിനിമം 2000 രൂപയുടെ സാധനം എടുത്താൽ ആർസണൽ ജോയിൻ ചെയ്യും. നമുക്കെല്ലാം മിനിമം അങ്ങനെയല്ലേ പറയാറ്, അല്ലേ? 2005 രൂപയുടെ ബില്ല് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. 5 രൂപ കൂടി പോയി. ഹലോ, ഇതൊക്കെ അറിയാമോ? നിങ്ങൾക്കൊക്കെ മിക്കവർക്കും അറിയാമോ സംഭവമല്ലേ, ശരിയല്ലേ? അല്ലേ? പ്രത്യേകിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്കറിയാം. അയ്യോ 2007, അയ്യോ വേണ്ട വേണ്ട, ഒരു ചന്ദ്രത്തിലേക്ക് കട്ട് ചെയ്തേക്ക് 2000 രൂപ. കാരണം നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ പ്രശ്നക്കാരായ നമ്മളാ എന്താ പറഞ്ഞേക്കുന്നത്, 2000-ന്റെ നിമിമണ ഒരു കണക്ക് ഇതിലെ കാണിച്ചു. 3000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ ഗ്രൂപ്പിനെ ഒരു വർഷം ക്രിയേറ്റ് ചെയ്തതോ എല്ലാ മാസവും ഒരാളെന്ന രീതിയിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12ാമത്തെ മാസം എത്ര രൂപ വരുമാനം കിട്ടുന്നവരാണ് മേഡം പറഞ്ഞത്? ഹലോ, എമറാൾഡ് 13ാമത്തെ മാസം, കാരണം അത് ഞാൻ ഉണ്ടാക്കി. 13ാമത്തെ മാസം എമറാൾഡ് അല്ലേ? പക്ഷെ 12ാമത്തെ മാസം പൊസിഷൻ സ്റ്റാർ പ്ലാറ്റിനം ആണെങ്കിൽ പോലും സ്റ്റാർ പേളിന്റെ വരുമാനം കിട്ടും. നമ്മളിപ്പോഴും ജോയിനിങ് 2000 രൂപയുടെ. പിന്നെ ചില പരിപാടികളുണ്ട്. ഈയിടെ ഒരു ദിവസം എന്റെ ഡിസ്പ്ലേ വാളിൽ 499 രൂപയുടെ ബില്ല് വന്നു. ഞാനില്ലല്ലോ, അപ്പൊ ഞാൻ വൈഫിനെ വിളിച്ചു. എന്റെ ഡിസ്പ്ലേ വാൾ അറിയാവുന്ന ഷോപ്പുകാർക്ക് കുറച്ച് പേർക്ക് അറിയാം, ആരാ ബില്ല് അടിച്ചെന്നറിയില്ലേ. ഞാൻ വിളിച്ചു, സാധനം വല്ലതും മേടിച്ചു? ഇല്ല. അപ്പൊ 499 രൂപ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു വാട്സപ്പ് മെസ്സേജ്, സാറേ ഇത് സൂക്ഷിച്ചു വെച്ചോ. എന്തിനാണെന്നറിയാം? ജോയിനിങ്ങിന് വേണ്ടി ആരോ പറഞ്ഞ് 490, ഇനി 1501 രൂപയുടെ അവൻ മേടിക്കുമ്പോ ബില്ലടിച്ചു വെക്കാം. അതെ, അടവാ, അവന്റെ അടവാ. സംഭവമില്ലേ? ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? ഞാൻ ഇവിടെ പറയുന്നതൊന്നും നമ്മളെ കുറിച്ചല്ല, ഇന്നും ഇവിടെ വരാത്ത ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, വരാത്ത ആൾക്കാരെ കുറിച്ച് മാത്രം, അവരോട് മാത്രമേ എന്ത് തോന്നാവൂ, ഈ ദേഷ്യം തോന്നാവൂ. 499 രൂപ വാട്സപ്പ് വെച്ചേക്കുക. ഞാൻ പറഞ്ഞതാണ് ജോബി സാറിന്റെ ഇതിലുള്ള ഒരാളാണ്. ശരിയല്ലേ? നമ്മളതിനെ വിലയിരുത്തും. എന്തുകൊണ്ട് നോക്കൂ, RCM ഇഷ്ടം പോലെ കൈയിട്ട് വാരിയാൽ മതി. വേറെ എവിടെയെങ്കിലും പോയിട്ട് കൈയിട്ട് വരാൻ പറ്റില്ല. ഇവിടെയോ കൈയിട്ട് വാരാം. എന്നിട്ടും വാരുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? ഈ ചില ആൾക്കാർക്ക് എന്റെ മുമ്പിൽ വരുമ്പോ, എന്റെ മീറ്റിംഗിൽ വരാൻ പേടിക്കാം. അങ്ങനെ ചില ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ചിരിക്കുന്നുണ്ട്. പേടിയാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നാണമില്ലെന്ന് ഇടയ്ക്ക് ചോദിച്ചു ഇല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ടോ? നാണമില്ലേ? മുമ്പിൽ വന്നിരിക്കുകയാണോ? ചിലരോട് ചോദിക്കും, സാറിനെ കുറിച്ച് അറിയാം. അങ്ങനെ പേടിയുള്ള കുറച്ച് പേരുണ്ട്. ഹലോ, എത്ര പേടിച്ചിട്ടും കാര്യമില്ല സിരിജ മാഡം, ഞാൻ ഇനിയും ചോദിക്കണം അല്ലേ? ചോദിച്ചോ? എന്തോ അപ്പൊ ഇവരെന്താ ചെയ്യാ? ഇവര് കാര്യമായിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ ഇവര് വേണം. ഇവിടുന്നാണ് ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് ഈ ലിസ്റ്റിൽ നിന്നാണ്. അപ്പോ നമ്മൾ ഇവരോട് പറയുന്നത് എന്താണ്? ഇവരിത് ചോദിക്കുന്നു, നമ്മൾ ഇവരോട് പറയുന്നു, ഇവരിത് ചോദിക്കുന്നു, നമ്മൾ ചിലപ്പോൾ നമ്മൾ പരിപാടി നിർത്തും. ഇനി അഥവാ ആരെങ്കിലും ഏറ്റെടുത്താൽ തന്നെ അവർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗോ ഇതൊന്നും നിങ്ങൾ പറയണ്ട. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് എഫക്റ്റീവായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കി. ഹലോ, JRC എല്ലാവർക്കും JRC പറയുന്നത് അറിയാലോ അല്ലേ? ഓക്കെ, എഫക്റ്റീവായിട്ട് ഈ ഇൻഡസ്ട്രിയുടെ പവർ അല്ലെങ്കിൽ RCMന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയാൽ വെറുതെ ഇരിക്കാൻ തോന്നില്ല. എനിക്കെന്നും അത്ഭുതമാണ് ഈ ഇരിക്കുന്ന നന്ദനൻ സാർ. നന്ദൻ സാറിന്റെ കൊച്ചുമോൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു,
ഏറ്റവും മുൻപിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞു. നന്ദൻ സാറിന്റെ കൊച്ചുമോനാണ്. കാരണം എന്താണെന്നറിയോ, 67 വയസ്സായി ആർക്ക്. അതൊരു കുറ്റമാണ് അല്ല. 67ാമത്തെ വയസ്സ്. എനിക്ക് അസൂയ നന്ദൻ സാറിനെ കാണുമ്പോൾ. എന്തുകൊണ്ടാന്ന് പറയട്ടെ, നന്ദൻ സാറിന്റെ ഒരു ക്ലാസ് കേട്ടു. ഇവിടെ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന് രാത്രി ഒരു ക്ലാസ് എടുത്തിട്ടായിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്തവരാണ് ഫിറോസ് സാറ് വയറുവേദന എടുത്ത് കോളിന് പുറത്തല്ല അല്ലേ. അന്ന് നന്ദൻ സാർ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു വിഷമമുണ്ട്. സാറ് പറയുക വിഷമമുണ്ട്, നമ്മളാണ് അച്ചീവറാണ്. എന്താ വിഷമം എന്നറിയുമോ? സാറിന് ഒരു പ്രാവശ്യം കമ്മീഷൻ വന്നപ്പോ 1 രൂപ കുറഞ്ഞു പോയി, അതിൽ വിഷമമുണ്ടെന്ന് ഈ നന്ദനൻ സാർ പറഞ്ഞു. കമ്മീഷൻ എത്രയാണെന്നറിയോ? 2,99,999. സാറേ ശരിയല്ലേ? വേദനിക്കുന്ന കോടീശ്വരൻ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. 1 രൂപ. ഏറ്റവും രസം എന്താണെന്നറിയോ, ഇതിന്റെ മുഴുവൻ അവകാശിയാണ് അറിയില്ലാതെ ഇരിക്കുന്ന ഈ കൊച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാവശ്യം ബിൽവാര പോയി. ഞങ്ങൾ ഭയങ്കര കമ്പനി സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിരുന്നു. അല്ലെ പൊതുവെ പിള്ളേർ പറയും നീ ഓടാവില്ല എന്ന് പറയും. അങ്ങനെ ഇവർ അന്നേരം ഇവിടെ വന്നിരുന്നു. കാരണം അവനോട് ഞാൻ ചോദിച്ചു, ട്രെയിനിൽ ചോദിച്ചു, മുത്തച്ഛൻ ചെയ്യുന്ന ഈ ബിസിനസ് ഇനി ആർക്കുള്ളതാ മോനെ ചോദിച്ചു. പറഞ്ഞു നാളെ എല്ലാം എനിക്കുള്ളതാണ്. ഇത് തലമുറയുടെ ബിസിനസ്സാണ്. ഹലോ, ഇത് മനസ്സിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്നും കിട്ടില്ല. കിട്ടും, പക്ഷെ ഇത് ശരിക്കും ഇതിന്റെ ഫലം അനുഭവിക്കുന്ന ആരായിരിക്കും? നമ്മുടെ മക്കളാണ്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഭാവിയുടെ വാഗ്ദാനങ്ങൾ ഇവിടെ വരും. പറയണം നമ്മൾ എഫക്റ്റീവായിട്ട്. ഈ ഇൻഡസ്ട്രി എന്താണ്, ഡയറക്ട് മാർക്കറ്റിംഗ് അല്ലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ട. 1917 ഒരു ഇന്ത്യൻ രൂപയ്ക്ക് $13 കിട്ടുമായിരുന്നു. ഹലോ, എത്രയാണ്? $13. 47 മുതൽ ഏതാനും വർഷങ്ങൾ എങ്ങനെയായിരുന്നു? 1 ഇന്ത്യൻ രൂപയ്ക്ക് $1 എന്ന രീതിയിലാണ്. മനസ്സിലാക്കണേ. 1917 എങ്ങനെയായിരുന്നു? $1 ഇന്ത്യൻ രൂപ കൊടുത്താൽ $13 കിട്ടുന്ന സ്ഥലത്ത് 47 ആയപ്പോ എങ്ങനെയായി? 1 രൂപയ്ക്ക് $1. ഞാൻ ഇന്ന് രാവിലെ എടുത്തു നോക്കി, ഇന്നത്തെ റേറ്റ് നോക്കി. ഇന്ന് 86 രൂപ 65 പൈസ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? $1 കിട്ടും. എന്താ സംഭവം? പൈസയുടെ മൂല്യം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ മൂല്യം കൂടുന്നുള്ള സ്ഥലത്തോട്ട് ആര് പോകുന്നു? ആരാ പോകുന്നേ? ഇനി നമ്മുടെ പൈസയുടെ മൂല്യം കുറച്ചത് ആരാ? അവിടെയാണ് പ്രശ്നം. എന്നിട്ട് നമ്മളിപ്പോ മക്കളെ പറഞ്ഞു വിടുന്ന എങ്ങോട്ടാ? മൂല്യമുള്ളിടത്തോട്ട് വിടുക. കാരണം ഇവിടെ എന്തില്ല മൂല്യം. കാരണം നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടാ? മൂല്യം കുറച്ചു. ഒരു ഷർട്ട് ഒരു കുട്ടി പറയുക, ഷൂ ഏതാ ബ്രാൻഡ്? ഇന്ത്യൻ കമ്പനിയുടെ ഷൂ ഇടുന്ന ഒരാള് ഏതാ പേര് പറഞ്ഞ്? നൈക്കി. ഹലോ, കുട്ടികളോട് ഷൂ ചോദിക്കുമ്പോൾ എന്താ പറയാ? അവർ നൈക്കി പറയുന്നത്. ഇന്ത്യൻ കമ്പനിയാണോ? അല്ല. മഹാത്മജി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അത് എത്ര പേർക്ക് അറിയാം? അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ മഹാത്മാഗാന്ധി എന്നൊക്കെ? അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്ന നാടാണ് ഇന്ത്യ. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നേ? ഇന്ത്യയിലുള്ള എങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുക? സ്വദേശീവൽക്കരണം എന്ന് ആദ്യം പറഞ്ഞതാരാ? മഹാത്മജി പറഞ്ഞു. ഇന്ത്യക്കാര് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി അന്നു മുതലേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയത്. എനിക്കൊരു അറിവ് വെച്ച സമയം മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് കൺട്രി. നിങ്ങൾ എങ്ങനെ കേട്ടെ? ഇങ്ങനെ തന്നെയല്ലേ കേട്ടെ? എന്നാ ഡെവലപ്പ് ആവുക?
ഇപ്പോഴും ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് കൺട്രി എന്നാണ് പറയുന്നത്, അല്ലേ? ശരിയാണോ? ഇത് വായിച്ചു നോക്കി. മലയാളം വായിക്കാൻ അറിയുന്ന എല്ലാവരും വായിക്കും. 5 വർഷക്കാലം വിദേശത്ത് പഠിക്കാൻ പോയത് 30 ലക്ഷം ഇന്ത്യക്കാർ. കഴിഞ്ഞ വർഷം മാത്രം 7.5 ലക്ഷം പേർ വിദേശ വിദ്യാർത്ഥികളിൽ 4% മലയാളികൾ നാടുവിടുന്നവർക്ക് ടാക്സ് ഏർപ്പെടുത്താൻ കാലം. ഇത് 2023 ഫെബ്രുവരി 8 വന്നൊരു വാർത്ത. ഇന്ന് യുവതലമുറ എവിടെയാണ്? ഇന്ത്യയിലുണ്ടോ? ഇല്ല. ഇനി ഈ പോകുന്നതിൽ എത്ര ലക്ഷം തിരിച്ചു വരും? ദൈവം സഹായിച്ച് ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട്. കാരണം പറയാം, അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നു. 3 വിമാനം പോയാനെ കുറെ കൊണ്ട് തിരിച്ചു വന്നു. 3 വിമാനം എത്തി. നിങ്ങൾ വായിച്ചോ? കാരണം ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. 6 വർഷം മുമ്പ് മിമിക്രി ആർട്ടിസ്റ്റാണ്. 2-3 സിനിമയിലൊക്കെ അഭിനയിച്ചതാണ്. പേര് ഞാൻ പറയുന്നില്ല. 6 വർഷം മുമ്പ് ഒരു ട്രൂപ്പിന്റെ കൂടെ പോയി. എന്നിട്ട് അവൻ വന്നില്ല. ഇപ്പൊ വരും വിമാനത്തിൽ, ഏതെങ്കിലും ഒരു വിമാനത്തിൽ അവർ കയറ്റിട്ടു. ഞാൻ അത് പറയും. എന്നിട്ട് അവനെ ഞാനൊന്ന് കാണും. 6 വർഷം മുമ്പ് പോകുന്നതിന്റെ തലേ ദിവസം എന്റെ വീട്ടിൽ വന്നിട്ടാ പോയത്. ആ ചങ്ങലയിട്ട് കാലിലും ബന്ധിച്ച് കയ്യിലും ബന്ധിച്ചിട്ട്, അല്ലേ? എന്തിനു വേണ്ടിയാ പോയത്? ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഒരു അവസരമുണ്ടെന്ന് ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ആരുടെ തെറ്റ്? ആരുടെ തെറ്റ്? ആരുടെ തെറ്റാ? എന്താ അവർക്ക് പറയാൻ പറ്റാത്ത? ഹലോ, ശരിയല്ലേ? ഈ പോകുന്നവരൊന്നും തിരിച്ചു വരുന്നല്ലോ. FMCG ഉൽപ്പന്നങ്ങൾ ഭൂരിപക്ഷവും മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിട്ട് ഉള്ളത് ആണോ? ആണോ? ശരിയല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ മതി. പക്ഷെ നമ്മളിപ്പം RCM ആക്റ്റീവ് ആയതുകൊണ്ട് കൂടുതലും എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? RCM ഉൽപ്പന്നങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ടൈപ്പ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ബ്രാൻഡ് മാത്രം നോക്കുന്നുള്ളൂ. അതിലൂടെ എന്ത് നമുക്ക് ലഭിക്കും നമ്മൾ നോക്കാറുണ്ടോ? നമ്മൾ നോക്കാറില്ല. ഹലോ, മനസ്സിലാക്കണം. ഇന്ത്യൻ FMCGയുടെ ടേൺ, അതായത് ഒരു വർഷം FMCG ഉൽപ്പന്നങ്ങൾ മാത്രം ഇന്ത്യയിൽ നടക്കുന്ന വിറ്റഴിക്കുന്നതിന്റെ ടേൺ ഓവർ എത്രയാണെന്നറിയോ? 9 കോടിയല്ല, 9 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ല. 9 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ എത്രയാ? അത് പറയാൻ മാത്രമേ എനിക്ക് വരുള്ളൂ. അത്രയും ടേൺ ഓവർ നടക്കുന്നുണ്ട്. RCMന്റെ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏത് ഉൽപ്പന്നം? FMCG ഉൽപ്പന്നം. എങ്ങാനും ഈ 9 ലക്ഷം കോടി ടേൺ ഓവർ RCM വന്ന ഏത് 9 ലക്ഷം കോടി ടേൺ ഓവർ RCM നല്ല ബോണസ്. നമ്മുടെ ബോണസ് ബോ പറയുന്നതിന് മുമ്പ് നമ്മൾ താഴെ എല്ലാം അടിച്ചു പോവും, അല്ലേ? ഇന്നസെന്റ് മറ്റേ പറഞ്ഞില്ലേ, ഇത് പിള്ളേരുകളെല്ലാം RCM. ഹലോ, RCM കുട്ടികളായിട്ട് ആൾക്കാർ എടുത്തിരിക്കുന്നത്. യങ്സ്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് തരുന്ന അവസരം, ഞാൻ കുറച്ച് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ പറയും. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ഇൻഡസ്ട്രി തരുന്ന വരുമാനം എത്രയായിരിക്കും, ഓരോ ഇൻഡസ്ട്രി നടക്കുന്ന ടേൺ ഓവർ എത്ര, നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. ഈ പറയുന്ന കമ്പനി നമ്മുടെ മക്കളെ പണിക്ക് വിടും. ആ ബോസിന്റെ ചികിത്സ കേട്ട് പണിയാൻ നമ്മുടെ മക്കളെ പണിക്ക് വിടുന്നതിന് ഒരു നാണവുമില്ല. ഈ 9 ലക്ഷം കോടി ടേൺ ഓവർ നടക്കാൻ സാധ്യതയുള്ള, നടക്കുന്നതല്ല പറഞ്ഞു നമ്മുടെ RCM, സാധ്യതയുള്ള ഈ ഒരു കമ്പനി ബിസിനസ് ചെയ്യാൻ നമുക്ക് എന്താ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? നമുക്ക് എന്താ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പണിയെടുക്കില്ല. ഹലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുക്കില്ല. അപ്പൊ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കും. നമ്മുടെ മക്കളെ US, UK, കാനഡ, ന്യൂസിലാൻഡ്, ജർമ്മനി, പിന്നെ ഇറ്റലി, ജോർജിയ, റഷ്യ, ചൈന, അത് തായ്വാൻ എല്ലാം ഉണ്ടല്ലേ.
മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുന്ന ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാരണം എത്രയോ ആൾക്കാരെ നമ്മൾ കാണുന്നു. ഈയിടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇല്ല റെജീന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന്റെ പേര് മഞ്ഞപ്പറ. അങ്കമാലിക്കടുത്ത് മഞ്ഞപ്പറ ഒരു വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്കമാലിക്കടുത്ത് മഞ്ഞപ്പറ ഒരു വീട്ടില് കുറച്ച് കർഷകരെ വിളിച്ചൊരു കുറച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2500 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്. വലിയ വീടാണ്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ ഒരു അമ്മ മാത്രമുണ്ട്. പിന്നെ എന്താണ് കുറെ ക്യാമറ, പട്ടികളല്ല ക്യാമറ. ഒരമ്മയും കുറെ ക്യാമറയും. മക്കളെവിടെ? എന്തിനാ ഇത്രയും ക്യാമറ? അമ്മ അനങ്ങിയാൽ അവർക്ക് കാണണം അവിടെ ഇരുന്നിട്ട്. എന്നാ പോലെ ഇവിടെ ഇരുന്നാ പോലെ ഈ പോയിട്ട് അവിടെ പോയി നാട്ടിൽ കിടന്ന് കാണണമെന്ന് ആവശ്യം. ഹലോ, ഈ അമ്മയ്ക്ക് ഒരു സന്തോഷമില്ല. കാരണം എന്താ? അമ്മ പറഞ്ഞു തന്നോ, മോനെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്നാ പറഞ്ഞു. കാരണം എന്താ? ഒരു ഒറ്റപ്പെടലിന്റെ വേദന ഉണ്ടല്ലോ. ഈ ഇരിക്കുന്ന സെലീൻ ചേച്ചി ഇല്ലേ, അവരെന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് സെലീൻ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്? ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ആർസിന് കിട്ടുന്ന ഒരു സന്തോഷം ഇങ്ങനെ. ആ അമ്മ പറഞ്ഞു അവർക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നില്ല, കഴിക്കാൻ തോന്നില്ല. കാരണം ആരുമില്ല. കാശുണ്ടാക്കാൻ വിട്ടേക്കോ? ശരിയാണോ? നമ്മൾ കാണാറില്ലേ പോകുമ്പോൾ? നമ്മൾ പുറത്തു പോകുമ്പോൾ കാണാറില്ലേ? ഇതൊക്കെ ഉണ്ടാക്കാൻ അവസരം എവിടെയുണ്ട്? നാട്ടിലുണ്ട്. നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ മാത്രം മതി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പവർ മനസ്സിലാക്കാത്ത ഒരു രാജ്യമുണ്ട്. പക്ഷേ റിപ്പോർട്ട് ക്ലിയർ അല്ല, ചൈന. കാരണം പൊതുവെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് തന്നെ കാര്യങ്ങളെ പെട്ടെന്ന് അവര് ഏറ്റെടുക്കില്ലായിരുന്നു നേരത്തെ. പക്ഷെ അവർ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താ എഴുതിയിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു രാജ്യമായിരുന്നു. ഇന്നോ അവരിത് തിരിച്ചറിഞ്ഞു. റിയലൈസിംഗ് ദാറ്റ് there was no greater opportunity to improve the living conditions of the people in the country. They embraced എന്ന് പറഞ്ഞ മലയാളം എന്താ സാറേ? ഇന്ന് അവര് രണ്ട് കൈ നീട്ടി ഏത് ഇൻഡസ്ട്രിയെ സ്വീകരിച്ചു? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സ്വീകരിച്ചു. ഇന്ന് ലോകത്തെ ഒന്നാമത്തെ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഏതാണ്? ചൈന വന്നു. ഇന്ത്യയുടെ പേര് ഇതിനകത്ത് ഇല്ല. 142 കോടി ജനങ്ങളുള്ള ഇത് ലോകത്തിലെ നമ്പർ 1 ജനസംഖ്യയിലെ രാജ്യം ചൈന ഓവർടേക്ക് ചെയ്ത് ആരായി? നമ്മളായെങ്കിൽ ഈ 10 എണ്ണത്തിൽ ഇപ്പോഴും ഇന്ത്യ ഇല്ലെങ്കിൽ വലിയൊരു അവസരം ആരുടെ മുമ്പിലുണ്ട്? നമ്മുടെ മുമ്പിലുണ്ട്. ഹലോ, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇറ്റലിയിലോട്ടും ജർമ്മനിയിലോട്ടും UK-ലോട്ടും US-ലോട്ടും മക്കളെ പറഞ്ഞു വിടേണ്ടി. കാരണം ആർസ്യം ഭയങ്കര സിമ്പിളാണ്. എന്താ? പണ്ട് വെച്ചാൽ കാശ് കിട്ടും. ശരിയല്ലേ? ചപ്പാത്തി ഉണ്ടാക്കിയ കാശ് കിട്ടും. തറ വെച്ചാൽ പൈസ കിട്ടും. ചുമ്മാ കർച്ചീപ്പെടുത്ത് മുഖം വെച്ചാൽ പൈസ കിട്ടും. പക്ഷെ ആർസ്യമിന്റെ ആയിരിക്കണം. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടൊരു സിസ്റ്റം ലോകത്തുണ്ടോ? എനിക്കറിയില്ല. ഹലോ സാർ, നിങ്ങൾ 3 മണിക്ക് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ? സൂപ്പർ ഡാൻസ് ഇനി ഒരു നാട് കഴിയുമ്പോൾ ഡാൻസ് കളിച്ചാലും ടി വി വരുന്നല്ലേ? ടി വി വരുന്നല്ലേ? ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ ഇത് 2 ടൈപ്പ് ആൾക്കാരുണ്ട്. നമ്മളെങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കണം കേട്ടോ. എന്താണ്? സക്സസ്ഫുൾ പീപ്പിൾ ഉണ്ട്, അൺസക്സസ്ഫുൾ ആൾക്കാരും ഉണ്ട്. സക്സസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആവാൻ ആഗ്രഹിക്കുന്നവര് എന്തായിരിക്കും ചെയ്യുക? അവരെന്താ സംസാരിക്കുക? അവര് ഐഡിയാസ് എങ്ങനെ ചെയ്യണം,
ഗിരീഷ് സാർ പറഞ്ഞു ലിസ്റ്റ് മേക്കിംഗ്. എത്ര പേരുടെ ലിസ്റ്റ് വേണം? 50 പേരുടെ പേര് ഇപ്പൊ നമ്മളെല്ലാം മിക്ക എഴുതി. മിനിമം 50 നിർത്തിക്കോ. 50 കൊണ്ട് എഴുതിയാൽ എനിക്ക് എമറാൾഡ് ആവാൻ പറ്റുമോ, എനിക്ക് സ്റ്റാർ എമറാൾഡ് ആവാൻ പറ്റുമോ, എനിക്ക് റൂബി ആവാൻ പറ്റുമോ? ഇല്ലേ? അവര് ഇല്ല. അപ്പൊ ഉടനെ എടുത്തിട്ട് പോയി. എന്തിനു വേണം? അല്ല 50 പോലെ 100 വേണം. ഈ 100 പേരെ കോണ്ടാക്ട് ചെയ്യൂ. ഈ 100 പേരെ കോണ്ടാക്ട് ചെയ്താൽ 100 പേരുടെ ലിസ്റ്റ് എഴുതിയാൽ 100 × 100 എത്രയായി? 100 × 100 1000. 10,000 ലിസ്റ്റായി. ഹലോ, ആ ഐഡിയ എവിടെ നിന്ന് കിട്ടിയ? സക്സസ്ഫുൾ. കാരണം ഇത് ചെയ്ത് വിജയിച്ച ആൾക്കാരാ പറഞ്ഞു തരുന്നത്. ഇവരുടെ പരിപാടി എന്താണെന്നറിയോ? അർജുൻ സാറിന് വേറെ ഒരു പണിയില്ല, എഴുതാൻ പറഞ്ഞു സ്റ്റമ്പർ. ഞാൻ ചെയ്തിട്ട് അങ്ങനെ അവൻ കേറണ്ട. ഒരു സിനിമയില് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞൊരു സിനിമയില് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സലീംകുമാർ മറ്റേ ലോഡിംഗ് തൊഴിലാളി, അവർ കുറച്ച് പേര് ഇന്ന് ചീട്ടുകളിലും ഇതൊക്കെ പരിപാടിയാണ് പണിയില്ലാതിരുന്ന സമയത്ത്. പെട്ടെന്ന് ഒരു ലോഡ് വന്നപ്പോ എല്ലാവരും കൂടെ പറഞ്ഞു, വാ നമുക്ക് ലോഡ് ഇറക്കാൻ പോവാം. സലീംകുമാർ മടിയൻ, കുഴിമടിയൻ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നമ്മളോട് പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്നില്ല. അല്ല, നാരായൺകുട്ടിയാ വിളിക്കുന്നത്. പറഞ്ഞു, ഇല്ല നിങ്ങൾ വരൂ, നിങ്ങൾ വന്ന് പണിയെടുത്ത് ലോഡ് ഇറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുടുംബം രക്ഷപ്പെടും, കുടുംബം രക്ഷപ്പെട്ടാൽ നാട് രക്ഷപ്പെടും, നാട് രക്ഷപ്പെട്ടാൽ കേരളം രക്ഷപ്പെടും, കേരളം രക്ഷപ്പെട്ടാൽ ഇന്ത്യ രക്ഷപ്പെടും, ഇന്ത്യ രക്ഷപ്പെട്ടാൽ ലോകം രക്ഷപ്പെടും. ഇവൻ എന്ത് പറഞ്ഞു? ഈ ലോകത്തിലെ പാകിസ്ഥാനുള്ള ഞാൻ പണിയെടുത്തിട്ടാണ് പാകിസ്ഥാൻ. കുറെ എണ്ണം ഇതുപോലെ. ഹലോ, നമ്മളിതിൽ ഏതാവണ്ടേ? നമ്മളിതിൽ ഏതാ? ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് മൊത്തം പരാതികളാ. എന്റെ സാറേ, അവളെയും കൊണ്ട് ഞാൻ തോറ്റു. എന്നാ നീ കൂടെ പോയി തോക്ക്. രണ്ടിപ്പോ എന്താ പറയുന്നത്? സാറേ, അവൾ അങ്ങനെയാണ്, അവനിങ്ങനെയാണ്. അയ്യോ, അവനോ അവളോ എങ്ങനെ വേണമല്ലോ ആവട്ടെ, നീ എങ്ങനെയാണ്? സൈൻ വേണം. ഹലോ, നമ്മുടെ ഇൻഡസ്ട്രിയുടെ പവർ എന്താന്ന് അറിയാണ്ട് ആട്ട പൊട്ടി, അത് ചെയ്തു, അവളെന്നെ നോക്കി, അവളെന്നെ തോണ്ടി, അതും ഇതും പറഞ്ഞ് സമയം കളയാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. എന്താണ് സക്സസ്ഫുൾ ആൾക്കാർ ചെയ്തത് നോക്കൂ. രാജൻ സാർ എന്താ ചെയ്തെന്ന് നോക്കൂ, നന്ദൻ സാർ എന്താ ചെയ്തെന്ന് നോക്കൂ, അർജുൻ സാർ എന്താ ചെയ്തെന്ന് നോക്കൂ, ഗിരീഷ് സാർ എന്താ ചെയ്തെന്ന് നോക്കൂ, സജീവ് സാർ എന്താ ചെയ്തെന്ന് നോക്കൂ. അങ്ങനെ വിജയിച്ച ലീഡേഴ്സ് എന്താ ചെയ്തെന്ന് നോക്കി, അത് നോക്കി പ്രവർത്തിക്കൂ. അല്ലാണ്ട് ഈ രണ്ട് ഇന്നലെ എന്തോ പറഞ്ഞു, ഓപ്പോസിറ്റ് എന്തോ ഒരു സംഭവം പറഞ്ഞല്ലോ, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. എന്തെങ്കിലും ആണ്. ഇപ്പോ അർജുൻ സാർ സാർ ഒന്ന് വരൂ, ഒരു ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടിയില്ല. കാരണം സീനിയർ ലീഡേഴ്സിനെ എനിക്ക് എന്ത് പറയും, കുഴപ്പമില്ല, ബാക്കി വരുമ്പോൾ പ്രശ്നം വരും. അതുകൊണ്ടാണ് ജസ്റ്റ് പറയാനില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പറയാൻ വേണ്ടിയില്ല. ബിജു സാറ് കാണാൻ നല്ല സുന്ദരനാണ്. അല്ല, ഇവരെ ചിരിച്ച് അർജുൻ സാർ കാണാൻ നല്ല സുന്ദരനാണ്, അല്ലേ? കാണാൻ സുന്ദരനാണ്. ആട്ട പൊട്ടി ആര് പറയുന്നു? ബിജു സാറ് പറയുന്നു. അപ്പോഴാണ് ഒരു സാറ് നോക്കുന്നത്, ആ ശരിക്കും നിന്റെയും പൊട്ടിയില്ല, എന്റെയും പൊട്ടി. അപ്പോ ഉടനെ ഇവര് തമ്മിൽ ചേർന്നു. കാരണം എന്താ? ഇവർക്കറിയില്ല വീട്ടിൽ ചെന്ന ആട്ട പൊട്ടിച്ചിട്ടൊക്കെ. അപ്പൊ പ്രശ്നം വന്നപ്പോ രണ്ടുപേരും കൂടെ ചേർന്നു. ഒരു പ്രശ്നം വരുന്ന ഈ ചെറിയൊരു പ്രശ്നം വരുമ്പോണ്ടല്ലോ, മറ്റേ പ്രശ്നമുള്ളവർ പെട്ടെന്ന് മനസ്സിലാവും ഇവര് രണ്ടും കൊണ്ട് ഒന്നാണ്. ശരിയല്ലേ? ആർസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എയർപോർട്ട് പ്രശ്നമുണ്ടോ? ചില ആൾക്കാർ അവിടെ. കാരണം എന്താ?
അവരാണ് വലിയ പ്രശ്നക്കാര്. ഏറ്റവും വലിയ പ്രശ്നക്കാര് ഒന്നിക്കും. ഇവര് പ്രശ്നക്കാരല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇവരെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞ ബിജു സാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അർജുൻ സാർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഉദാഹരണത്തിന് വേണ്ടി വിളിച്ചതാണ് അല്ലെ. ചെറിയൊരു പ്രശ്നം വന്നു, പ്രശ്നക്കാരെ നമ്മളോട്ട് ഒന്നും പെട്ടെന്ന് ചെയ്തു. എന്നാൽ ചില ആൾക്കാരുണ്ട്, ഒരു പ്രശ്നം വരുമ്പോൾ ഡാൻസർ പറഞ്ഞു ആട്ട പൊട്ടി, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആരോട് മിണ്ടാതെ കമ്പനിക്കൊരു ഇമെയിൽ അയക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് സക്സസ്ഫുൾ ആൾക്കാർ അല്ലെ. ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം വരുമ്പോൾ എന്താ വേണ്ടത്? നമുക്ക് സൊല്യൂഷനാണ് വേണ്ടത്. അല്ലാണ്ട് 10 പേരോട് പറഞ്ഞു നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? കാരണം താങ്ക് യു, നല്ലൊരു കാര്യം നമ്മുടെ ആർട്സിൽ വരുന്നത് പല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരാണ് അല്ലെ. 10ാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസമുള്ളവർ ഇവിടെ ഉണ്ട്, ഡിഗ്രി മാത്രം പഠിച്ച ആൾക്കാരുണ്ട്, MBA എടുത്ത ആൾക്കാരുണ്ട്, പല കാറ്റഗറി ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഒരു കാര്യം വെള്ളം കുടിച്ചേക്കാം. വെള്ളം അപ്പൊ എന്താ പറഞ്ഞത്? അപ്പോ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. പല കാറ്റഗറി ആൾക്കാർ അല്ലേ. അപ്പൊ ഇവരെല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഈസിയാണോ? അല്ല, ബുദ്ധിമുട്ടല്ല. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ഒരൊറ്റയാളെ മാറ്റാൻ ശ്രമിച്ചാൽ മതി. അതാരാ? എന്നെ ആര് മാറ്റണം? നന്നായി കൂടെ? നന്നായി കൂടെ? നാളെ മുതലോ? ഹലോ രവീണ കണ്ടൻസി. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ സ്വയം തിരിച്ചറിവിന് വേണ്ടി ക്ലാസ് നമ്മൾ സ്വയം അല്ലേ. എന്തൊക്കെയാ പറയുന്നത്? കുറച്ചേക്ക് എന്റെ ലീഡർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ശരിയല്ലേ. കുറെ പറയാനുണ്ട്, അധികം പ്രസംഗിന്ന് പറയാം, അതുകൊണ്ട് പിന്നെ എടുക്കാൻ വെച്ചാൽ ഈ ഇൻഡസ്ട്രി ഇത് 2022 കണക്കാണ്. കുറെ സെർച്ച് ചെയ്തില്ല ഇതുമായി ബന്ധപ്പെട്ട്. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? വളം, ആ ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആർസിബില് എന്താ അല്ലെ. എൻ്റെ ഫെർട്ടിലൈസർ ആ ഒരു ഇൻഡസ്ട്രിയുടെ 2022 ടേൺ ഓവർ ആയിരുന്നു 1,79,800 കോടി. നമുക്കെന്തുണ്ട്? ഹരിത സഞ്ജീവനി. വല്ല അറിയോ? അങ്ങനെയുള്ളതായിട്ട് വല്ലവർക്ക് എത്ര പേർക്ക് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഹരിത സഞ്ജീവനി അറിയില്ലാത്ത ആരും എല്ലാവർക്കും അറിയാം. ഒരാളോടും നമ്മള് പറയില്ല, ശരിയല്ലേ? ഗാർഡൻ ഗോൾഡിനെ കുറിച്ച് പോലും നമ്മൾ പറയില്ല. പറയോ? ആകെ 4 പേര്. ഇന്ത്യയിൽ നടക്കുന്ന ഒരു വർഷത്തെ ടേൺ ഓവർ എത്രയാ? നമ്മുടെ ടേൺ ഓവർ എത്രയാ? നമ്മുടെ ഉണ്ട്. നമ്മൾ ഒരു ഗാർഡൻ ഗോൾഡ് ഒരു മാസം. ഹലോ, ഇപ്പോഴാ ചോദിക്കാൻ തോന്നുന്നത്. ഓക്കെ, അടുത്തത് ടെക്സ്റ്റൈൽസ് ഉണ്ടോ? ആർസിബില് ഉണ്ടോ? 2022 ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ നടന്ന ടേൺ ഓവർ എത്രയാ? ആർസിബിന്റെ അല്ല ഞാൻ പറയുന്നത്. 1,02,000 കോടി. നമ്മുടെ കമ്പനിയുടെ പഴയ പേര് തന്നെ എന്തായിരുന്നു? ഫാഷൻ സർവീസ് പറയുന്നത്. എന്തിനാ തുടങ്ങിയത്? തുണിയിൽ നിന്ന് തുടങ്ങി. ഈ ഒരു കഴിഞ്ഞ മാസം കൂടി അവിടെ പോയി ആ ഒരു എന്താ മോനെ നമ്മൾ ഒരുമിച്ചല്ല, ഇവനെ കൊണ്ടാ ഞാൻ പോയി. എടാ ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഞങ്ങൾ ഒരുമിച്ചാ പോയി. ഇവനെ കാണിച്ചു കൊടുത്തു.
വായി പൊളിച്ച് ഇങ്ങനെ നോക്കി നടക്കുന്നതാണ്. ശരിയല്ലേ? വെറുതെ പറഞ്ഞല്ല, നമുക്ക് സ്വന്തം മില്ലുണ്ട്. അതുകൊണ്ടാ വല്ലപ്പോഴും കമ്പനിയിൽ പോകണമെന്ന് പറയുന്നത്. തുണിക്കടയിൽ നമ്മൾ പിള്ളേരെ പണിക്ക് വിടും, പക്ഷെ ആർസിഎമ്മിന്റെ തുണിയെ കുറിച്ച് നമ്മൾ ധരിക്കത്തില്ല, ആരോടും പറയത്തില്ല. ഇപ്പോഴാണ് മറ്റേ വാക്ക് ചോദിക്കുക, ഒരിക്കൽ കൂടി. അടുത്തത് പെയിന്റ്. 72,000 കോടിയാണ് ഒരു വർഷത്തെ ടേൺ ഓവർ. അതിൽ 40% ഒരു പ്രമുഖ കമ്പനി ചെയ്യുന്നു. ആർസിഎം എന്തുണ്ട്? ഉപയോഗിക്കാറുണ്ടോ? പറയാറുമില്ല, ഉപയോഗിക്കാറില്ല. പെയിന്റ് കമ്പനി വേണേ പണിക്കാളെ വിടും, മക്കളെ പഠിപ്പിച്ചിടും. അതിന്റെ മാലിക്കായിട്ട് ഇരിക്കാൻ ഒരു അവസരമുണ്ട്. പക്ഷെ നമ്മള് ആരാ JRCM. അടുത്തത് കോസ്മെറ്റിക് ഇൻഡസ്ട്രി. 1,571 കോടി രൂപയുടെ ടേൺ ഓവർ. ഇത് 2028 പറയുന്നത്, ഇന്ന് 25. എത്ര കോടി ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പക്ഷെ ചുണ്ടിൽ ചായം തേക്കാറുണ്ടാവില്ല. പിന്നെ എവിടെ ഇത്രയും ഈ ടേൺ ഓവർ ഇന്ത്യയിൽ വരുന്നത്? ഇത് ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവരിലോട്ട് നമ്മളൊന്ന് എത്തണം. ഹലോ, പല പിള്ളേരും ചില ഷോപ്പിംഗ് മോളിൽ കയറി ചെല്ലുമ്പോൾ പറയാറുണ്ട്, നല്ല ലിപ്സ്റ്റിക് ആണ് കയ്യിൽ അടിച്ചു നോക്കുന്നത്, നല്ല ഇല്ലേ പറയാറുണ്ട്. ലുലുവിലും അവിടെ ഇവിടെ ഒക്കെ ചെല്ലുമ്പോൾ ആൾക്കാരുണ്ട്. അങ്ങനെ മക്കളെ പറഞ്ഞു, പെൺമക്കളെ വിടാൻ നമുക്ക് ഒരു നാണമില്ല. പക്ഷെ അതിന്റെ മാനിക്കായിട്ട് കീസോട് പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞാലോ, അയ്യോ ഞാനിത് കേൾക്കണ്ടേ ആണോ? ശരിയാണോ? ചെരുപ്പ് എത്ര പേര് ഇട്ടിട്ട് വന്നവരുണ്ട് ആർസിഎമ്മിന്റെ. അപ്പൊ ആർസിഎമ്മിന്റെ ചെരുപ്പിടാത്തവർ ആലോചിച്ച് നോക്കും. ഇവിടെ ഉണ്ടെങ്കിൽ ചെരുപ്പ് കടയിലും നമ്മൾ പണിക്ക് വിടും മക്കളെ, ചെരുപ്പിന്റെ ഫാക്ടറിയിൽ വിടും. 50,000 കോടി ടേൺ ഓവർ. വീഗൻ ഫുഡ് നമുക്കുണ്ടോ അങ്ങനെ ഒരു സെഗ്മെന്റ്? ഏതാ? ഹർ ഗർ ഗുഡോ അല്ലേ? അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് നമ്മുടെ ജെറുസലം. നല്ലൊരു കാര്യം ജെറുസലം. അന്ന് 1,500 കോടി ടേൺ ഓവർ. ഇന്നിപ്പോ എത്ര ഉണ്ടാവും? അടുത്തത് ന്യൂട്രീഷൻ. ഇത് 4,500. ഇപ്പൊ എത്രയോ ഇതായിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം. ന്യൂട്രീഷൻ ഉണ്ടോ ആർസിഎമ്മില്? ഏതാ സെഗ്മെന്റ്? ന്യൂട്രിചാർജ്. ന്യൂട്രിചാർജ്. അടുത്ത എന്താണ്? ബാഗ്സ്. 53,000 കോടി രൂപയുടെ ടേൺ ഓവർ. ആർസിഎം ഉണ്ടോ? ബാഗ് ഉണ്ടോ? ആർസിഎമ്മിന്റെ ബാഗ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? JRCM. അടുത്തതാണ് FMCG. ഈ എല്ലാ സെഗ്മെന്റും എവിടെയുണ്ട്? ആർസിഎമ്മിലുണ്ട്. നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ ആർസിഎം മാത്രം ചെയ്യും. കാരണം എന്താ പറയുക, ഈ എല്ലാ ഇൻഡസ്ട്രിയും ഉള്ള ഒരൊറ്റ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉള്ളൂ. അതാണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന RCM. ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും വെച്ചൊക്കെ കഴിക്കണം. ഹലോ, ആലോചിച്ചു ഇൻഡസ്ട്രിയുടെ പലപ്പോഴും ആലോചിച്ചു. ഇനി ഒരു കണക്കും കൂടി ഞാൻ കാണിച്ചു തീർന്നില്ല. ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തോ, കാരണം ഡിലീറ്റ് ചെയ്യാൻ പറ്റേ എല്ലാവരും എടുത്തോ. ഞാൻ പെട്ടെന്ന് എടുക്കും. പിന്നെ എടുക്കുന്നതോടെ ആദ്യത്തെ നോക്കട്ടെ. ആ വീട്ടിൽ ചെല്ലുമ്പോ ഇതും ഉണ്ട്, നമ്മുടെ സ്വന്തം നല്ലൊരു ഫോട്ടോ ഉണ്ട്. ഏത് നമ്മൾ ഡിലീറ്റ് ചെയ്യും? നമ്മളിത് ഞാനും ചെയ്യുന്നതല്ലേ. എല്ലാ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാനും ഫോട്ടോ എടുക്കും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പല രീതിയിൽ ഫോട്ടോ എടുക്കുമല്ലോ. ഇവൻ എന്നെ കൊള്ള ആര്, ഞാൻ എന്നെ തന്നെ എനിക്ക് തന്നെ കാണാൻ കൊള്ളാലോ, അവനെ ഇവിടെ ഇരിക്കട്ടെ, മറ്റേത് ഡിലീറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാ? 142 കോടി. കൂടിയോ?
ഓ അങ്ങനെ രഘുസാറ് ഫ്യൂച്ചർ വിഷനുള്ള ആളാ. 2022 25 അപ്പൊ അത് കൂടി കാണും അല്ലേ? ടോട്ടൽ ടേൺ ഓവർ ഫോർ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 26,000 കോടിയുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, ഇനി ആർസിഎമ്മിന്റെ ടേൺ ഓവറോ അത്രേ ഉള്ളൂ, ഏകദേശം 2,200 കോടിയായിട്ടുള്ളൂ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഓരോ ഇൻഡസ്ട്രി ഉണ്ട്, അതിന്റെ മൊത്തം കൂട്ടിയാലുള്ള ടേൺ ഓവർ ഇന്ത്യയിൽ നടക്കുന്നതാണ്. ആർസിഎമ്മിന്റെ അല്ല നമ്മൾ ടോട്ടൽ എത്രയാണ്? ലക്ഷം കോടി. എനിക്കറിയില്ല, ഇന്ന് കണക്കൂട്ടാൻ. നിങ്ങൾ ഇന്ന് എഴുതുന്ന PV മാത്രം നോക്കിയാൽ മതി. അടുത്ത സമയത്ത് നമ്മുടെ ഫ്യൂച്ചർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ 14,64,370 കോടിയുടെ 50% ഇത് എങ്ങനെ വന്നാലുള്ള ഒരു കാര്യമാണ് കേട്ടോ. വെറുതെ ബോധം കെടാൻ ഒരു അവസരം തരുന്നത് മാത്രമേ ഉള്ളൂ. ബോധം കെടണ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എങ്ങാനും നടന്ന അതിന്റെ 50% PV എന്ന് പറയുന്നത് 7,32,185 PV. കോടി. അതെ, ഇനി 7,32,185 കോടി PVയുടെ 45% ഇൻകം ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് തന്നെയുണ്ട് 3,29,400. മനസ്സിലായോ? പണിയെടുത്തൂടെ? തെറ്റ് കണ്ടുപിടിക്കാൻ എന്തൊരു മിടുക്കാം. അവൻ പറഞ്ഞത് ശരിയല്ല. ആ സമയത്ത് PVക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടെ? ഇപ്പോഴാണ് വലിയ ചോദ്യം ചോദിക്കാൻ. ഇനി അതിന്റെ 1%, അതായത് എല്ലാ ഇൻഡസ്ട്രിയുടെയും 1% മാത്രം ടാർഗറ്റ് ചെയ്താൽ പോലും 3,294 ലക്ഷം കോടി രൂപ വരുമാനമായിട്ട് കൊടുക്കാൻ പറ്റും. ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ, ആർസിന്റെ പവർ മനസ്സിലാക്കണം. വെറുതെ ഇരുന്ന് ഞാൻ കളിച്ച സമയങ്ങൾ ഇപ്പോഴും ജോലി 12,000 രൂപയുടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. നാണമില്ലേ സാറേ? ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അത്ഭുതപ്പെടുത്തിയല്ല, അരിശം എന്നൊരു കാര്യം, 16-ാം തീയതി രാജഗിരിയിൽ അഞ്ജലി മാഡം സംസാരിച്ചു. നമ്മളോട് അഞ്ജലി കൊന്താരി സംസാരിച്ചു. അവര് സംസാരിച്ച് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, സാറേ ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്താൽ നല്ലതാണോ മോശമാണ്? ഇപ്പൊ ആർസിഎമ്മിൽ ഫുൾ ടൈം സാറിനോട് ഞാൻ പറയാൻ ആരാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി, അർജുൻ സാറിന്റെ ആളെ മനസ്സിലായി. എന്നാൽ ഇവിടെ വന്നിട്ടില്ല. ഹലോ, പുള്ളി ചിലപ്പോൾ പോയിട്ടുണ്ടോ? ഈ കണക്ക് കേട്ടിരുന്നെങ്കിൽ, ഹലോ, ഇങ്ങനത്തുള്ള ഏതെങ്കിലും കമ്പനിയിൽ ചിലപ്പോൾ കണക്ക് എഴുതാൻ പോയിട്ടുണ്ടാവും. 12,000 ഹലോ, ഇവിടെ നമ്മളെന്താ പറഞ്ഞത്? ഇതിന്റെ മാലിക. കാരണം ഇത് എങ്ങനെ ചെയ്യേണ്ടത് പഠിക്കുന്നില്ല. മീറ്റിങ്ങിന് വരുമ്പോൾ പുറകെ കൂടെ കറങ്ങണം. പഠിക്കുന്ന ശ്രദ്ധയില്ല. എന്നിട്ടിപ്പോ ജോലിക്ക് പോകും. 3.5 ലക്ഷം രൂപ ജോലി ഉണ്ടായിരുന്ന ജോലി വലിച്ചെറിഞ്ഞിട്ട് ആർസിഎം ചെയ്യാമെന്ന അഞ്ജലിയുടെ ക്ലാസ് കേട്ടിട്ട് ഇപ്പം ഫുൾ ടൈം ചെയ്യുന്ന ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ പാർട്ട് ടൈം ചെയ്തോട്ടെ. ആ സമയത്ത് എൻ്റെ അടുത്ത് വെയിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 2 ഡിവിഷനാണ് ആർസിഎമ്മിലുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ്, 2 മാർക്കറ്റിംഗ്. നമുക്കിതിൽ ഏതാ താല്പര്യം തരും? അല്ല, നമ്മുടെ താല്പര്യം മുഴുവൻ മാനുഫാക്ചറിംഗ്. സാറെ കുത്തരി എന്ന് വരും, കടുകില്ല, ചെറിയ ജീരകമില്ല, ഉലുവയില്ല. ഇനി ചിലർക്കുണ്ട്, ഞാൻ റോ മെറ്റീരിയൽ തന്നാലോ MD പറഞ്ഞിട്ട് സപ്ലൈ ചെയ്യാമോ? ഹലോ,
2 ഡിവിഷൻ ഉണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഡിവിഷനേ ഉള്ളൂ. ഏതാ? മാർക്കറ്റിംഗ്. ശരിയല്ലേ? വേറെ എന്തെങ്കിലും എന്ത് പൈസ ചെലവുള്ളത്? എന്ത് പൈസ ചെലവുള്ളത്? ഇല്ല. പക്ഷെ നമ്മൾ എടുത്താ പോകാത്ത കാര്യം എടുത്താണ് ശീലം. ശരിയല്ലേ? ഞാൻ RCBയിൽ വരുമ്പോ 10-200 കഷ്ടിച്ച് 200 എത്ര പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു നല്ല ഷർട്ട് പോലും ഇല്ല ആ സമയത്തിലാണ്. ഈ RCB ഞാൻ വരുമ്പോ പെയിന്റ് ഇല്ല, ഗുഡ്ഡോട്ട് എന്ന് പറയുന്ന സെഗ്മെന്റ് ഇല്ല, കീസോൾ എന്ന് പറയുന്ന സെഗ്മെന്റ് ഇല്ല, നമ്മുടെ ഹൈദസിന്റെയിൽ ഇത്രയും പ്രൊഡക്റ്റുകളില്ല. നല്ല വസ്ത്രം പോയിട്ട് ചാത്ത കളർ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പറയാറില്ലേ എന്താ ചാത്ത കളർ ഷർട്ട് അങ്ങനെ ചോദിക്കാറില്ലേ? അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. ഇതൊന്നും കണ്ടിട്ടല്ല വന്നത്. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴോ ഓരോ പ്രൊഡക്റ്റ് വരാൻ തുടങ്ങി. എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഉണ്ടായിരുന്നത് ഇതൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്? ഒരു ഇൻവെസ്റ്റ്മെന്റും ഉണ്ടായിരുന്നില്ല. അപ്പം മാനുഫാക്ചറിംഗിൽ നമ്മൾ നോക്കണ്ട, അതിന് കമ്പനി വലിയ വലിയ പ്ലാനിങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് എന്താ? മാർക്കറ്റിംഗ് മാത്രം നോക്കിയാൽ മതി. ഹലോ, 190-ലധികം ഫാക്ടറി കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. 189-ൽ പകരം ഗോഡൌൺ ഇന്ത്യയിലുണ്ട്. ചെങ്ങന്നൂർ ഡിപ്പോ 25 സെന്റ് സ്ഥലത്താ, കമ്പനിയുടെ സ്വന്തം സ്ഥലത്താ. കോഴിക്കോട് ഡിപ്പോ 25 സെന്റ് സ്ഥലത്താ, സ്വന്തം സ്ഥലം വിളിച്ചത്. ബാംഗ്ലൂർ ഡിപ്പോ 1.5 ഏക്കറിലാണ്. എന്തിനു വേണ്ടിട്ടാ? ഫ്യൂച്ചർ കണ്ട് കമ്പനി ചെയ്യുന്നത്. അപ്പൊ നിങ്ങള് മാർക്കറ്റിംഗ് മാത്രം നോക്കിയാൽ മതി. എന്തിനോട് പോകണ്ട? അതിന് കമ്പനി കഴിഞ്ഞ വർഷം പോയതിനേക്കാൾ മാറ്റമാണ് ഇപ്പം ഇപ്രാവശ്യം ബിൽവാര പോയപ്പോ. ശരിയല്ലേ സാറേ? ഇപ്പൊ ബിൽവാര പോയപ്പോ വലിയ വലിയ മാറ്റങ്ങൾ കമ്പനിയിൽ വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ആകെ എന്ത് ടെൻഷൻ അടിച്ചാൽ മതി? മാർക്കറ്റിലുള്ള ടെൻഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്നറിയോ? എത്ര ആൾക്കാർ വന്നാലും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഇൻഡസ്ട്രി ഉള്ളൂ. അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. കാരണം എന്താണെന്നറിയോ? ഇനി ഒരു ഓഫീസ് ഉണ്ട്, ഒരാൾക്ക് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ കൂടുതൽ എന്താ പറയണ്ടേ, എംപ്ലോയിയെ വെക്കണം. എന്താ സംഭവിക്കുക? എന്ത് വേണം? നേരത്തേക്കും അവരെ ഇരുത്താനുള്ള സ്പേസ് വേണം, അല്ലേ? ഇവിടെ ഇരുന്ന് ഒരുപക്ഷെ നമ്മുടെ ടീമിൽ തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് ധാരാളം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവരെ ഇരുത്താൻ എന്തെങ്കിലും സ്പേസ് നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? അവരെ കിടത്താൻ സ്പേസ് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? കോടിക്കണക്കിന് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഏത്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഹലോ, ഇത് മനസ്സിലാക്കണം. ഒരു ചെലവില്ല നമുക്ക്. എന്ത് ചെലവുള്ളത്? ആകെ 2 പ്രാവശ്യം വായ തുറക്കണം. ആൻസർ പറയാറ് എന്താണ്? 1, RCBയുടെ ഉൽപ്പന്നങ്ങൾ കഴിക്കണം. 2, അത് നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് മറ്റുള്ളവരോട് പറയാം. 18 വർഷം കഴിഞ്ഞു രാജൻ സാർ RCBയിൽ വന്നിട്ട്. രാജൻ സാറിന്റെ ഓഫീസിൽ പോയി കണ്ട എത്ര പേരുടെ കൂടെ പറയും? ഉണ്ടോ? ഒരാളെ എനിക്ക് കാണിച്ചു രാജൻ സാറിന്റെ ഓഫീസിൽ പോയി കണ്ടത്. കാരണം രാജൻ സാർ എന്തില്ല? ഓഫീസിൽ. ഹലോ, നമ്മളോ എന്നും നോക്കി സാറേ ഇന്ന് ഓഫീസിൽ പോകണം സാറേ, ഞാൻ തന്നെയുള്ളൂ സാറേ, അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടിപ്പോകും സാറേ. നിങ്ങളൊന്ന് അവിടെ ഇറങ്ങി നോക്കിക്കേ. അയാൾ നാളെ നമ്മളെക്കാൾ കഴിവുള്ളവരെ എടുത്തേ കമ്പനി പൂട്ടത്തുമില്ല. ജയാസ് ഫാക്ടറി. രാജൻ സാർ എത്ര ഫാക്ടറി തുടങ്ങി? കഴിഞ്ഞ 18 വർഷം ഫാക്ടറി തുടങ്ങിയോ സാറേ? നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ല, അല്ലേ? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പവർ. നമ്മൾ ഇതിനെ കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഷോപ്പ് വേണമെങ്കിൽ ഓപ്ഷനല്ല, ഒരു നിർബന്ധമില്ല ഷോപ്പ് ഇട്ടെന്ന്. എനിക്ക് ഒരു ഷോപ്പും ഇല്ല, അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാം. അല്ലെങ്കിലോ രാജൻ സാറിന് 2 മാസത്തിൽ രാജൻ സാറിന് ടെൻഷൻ ഉണ്ട്. എനിക്കറിയാം എന്താണെന്നറിയാം, കാശ് കൂടിയ ടെൻഷൻ. ഷോപ്പിംഗ് ഉള്ള പൈസയും ഐഡിയിലെ പൈസയും ഒരുമിച്ച് വരുമ്പോൾ സാർ എന്താ കൂടുതൽ അടയ്ക്കുന്നത്? ടാക്സ്. ടെൻഷനുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ.
രണ്ടാമത്തെ വേദനിക്കുന്ന കോടീശ്വരൻ. വേണമെങ്കിൽ തുടങ്ങി, നിർബന്ധമല്ല, ഓപ്ഷനില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ഷോപ്പ് തുടങ്ങി എന്തി റെന്റ് കൊടുക്കുന്ന എത്ര ടെക്നിക്കൽ ചീഫ് കൊടുക്കുന്നു? ഇല്ല. ചോദിച്ചു സാറേ, റെന്റ് കൊടുക്കുന്നു. കട സാറ് എടുത്തോണ്ട് അല്ലെങ്കിലും ജോബി സാറേ പണി മുഴുവൻ വീട്ടിലിരുന്നിട്ടാണ് അല്ലേ? എത്ര സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ജോബി സാറേ ആർസിം ചെയ്യാൻ വേണ്ടിട്ട്? അതാരും ചെയ്തിരുന്നു? കടയിലിരിക്കുന്നു. വൈഫോ? വൈഫ് കലാപേട കേൾക്കണ്ടോ? നിങ്ങൾ ആലോചിച്ചു ആർസിന്റെ പവർ ശരിയല്ലേ? നമ്മളിവിടെ ഒരു ഓഫീസ് തുടങ്ങി അവിടെ സ്റ്റാഫ് വേണം, ട്രെയിനിങ് കൊടുക്കണം, അത് വേണം, ഇത് വേണം, കറങ്ങുന്ന കസേര കൊടുക്കണം. ഇവിടെയോ ഒന്നും വേണ്ട. ഇനിയാണ് ഏറ്റവും ഇന്നത്തെ ടോപ്പിക്കിൽ ഏറ്റവും മഹത്തരമായ പോയിന്റ് പറയാൻ പോകുന്നത്. ഒരു എക്സ്പീരിയൻസും വേണ്ട, ഫ്യൂച്ചർ കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഡോക്ടേഴ്സ് ആരുണ്ടോ? ഡോക്ടർമാരാരുണ്ട് അല്ലേ? ഒരു ഡോക്ടർ ചില പ്രായം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡോക്ടർക്ക് വയ്യ, പകരം മോളെ അല്ലെങ്കിൽ മോനെ വിട്ടേക്കാം. എന്തിനു വേണ്ട? മേജർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കും. ആര് ചെയ്യും ഓപ്പറേഷൻ? ഒരു ഡോക്ടർക്ക് പോലും അവരുടെ സ്ഥാനം സ്വന്തം ആർക്കും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എഞ്ചിനീയർക്ക് പറ്റുമോ? അപ്പൊ പിന്നെ അഡ്വക്കേറ്റ് പറ്റും. നിമ്മി മേഡം വരും, അഡ്വക്കേറ്റ്. കേസ്, പ്രമാദമായ കേസ് നാളെ എറണാകുളം ജില്ലാ കോടതിയിൽ വാദിക്കാനുണ്ട്. ആർക്ക്? മേഡം അഡ്വക്കേറ്റ് അല്ലേ? നാളെ മേഡത്തിന് പോകാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ നിൻസാറിനെ വിട്ടേക്കാന്ന് തീരുമാനിച്ചാൽ ഹലോ പറ്റില്ലല്ലോ. ശരിയല്ലേ? മനസ്സിലായല്ലോ? താങ്ക് യു. എന്നാൽ ഇനി ഞാൻ 2-3 പേരെ വിളിക്കാം. അർജുൻ സാർ ഒന്ന് വരുമോ? ആഷിഖ് സാർ ഒന്ന് വരുമോ? സുരാഗ് സാർ ഒന്ന് വരുമോ? മോനെ ഒന്ന് വന്നു. ഇനി ഞാൻ വിളിക്കുന്നു. ഒരു എക്സ്പീരിയൻസും ആവശ്യമില്ല. Only direct selling industry can transfer their idea and income to their daughter or son. ആർസിമിന്റെ ഐഡിയയും ആ കിട്ടുന്ന വരുമാനം 1 രൂപയും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ്. അതെവിടെയാണ്? ആർസിം. ഈ ചെറുപ്പക്കാരൻ നാളെ ആർസിം ഏറ്റെടുക്കുമ്പോൾ തുടങ്ങുന്നത് ബിഗിനറിനായിരിക്കും, പകരം എവിടെ നിന്നായിരിക്കും? ഹലോ, സംഭവം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇവൻ വെറുതെ അല്ല ഇപ്പോഴേ മുത്തച്ഛനെ ഇങ്ങനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. കാരണം എന്തിനാണെന്നറിയോ? മുത്തച്ഛന്റെ ലക്ഷക്കണക്കിന് മാസ വരുമാനത്തിലാണ് ഈ കൊച്ചുമോനെ കണ്ണ്. ഹലോ, ഫ്യൂച്ചർ. ഇന്നലെ സുരാഗ് സാറ് പറഞ്ഞില്ലേ, ഗിരീഷ് സാറ് വീട്ടിൽ വന്നപ്പോ തോണിഞ്ചാലിനും ഇത് ഞാൻ വരെ കേട്ടിട്ടുണ്ടെന്ന്. എന്താ ഈ ചെറുപ്പക്കാരൻ നിന്ന് എല്ലാ പ്രോഗ്രാമിലും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്? ഇതിന്റെ ഫ്യൂച്ചർ. അമ്മയെടുത്ത ഒരു തീരുമാനം ഇന്ന് ആർക്കാണ് സുഖം അനുഭവിക്കുന്നത്? മകൻ. നാളെ എന്റെ ഇതാക്കി കിട്ടും അല്ലേ? ഇതാ ഞാൻ കണ്ടതിൽ ഏറ്റവും ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ. ശരിയല്ലേ? കാര്യമുണ്ട്. MBA പഠിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ എന്റെ കൂടെ വിളിക്കും. അമ്മ എത്ര നാളെ കുറച്ചായി. എന്താ ചെയ്യുന്നത്? MCOM. പഠിക്കുന്നു. മോളെ ശ്രദ്ധിച്ചു, ഓക്കും കൂടി ഉള്ളതാ കേട്ടോ. അയ്യോ, ജഹാംഗീർ അല്ല, എന്തായിരുന്നു പേര്? മോന്റെ പേരെന്താ? ഞാൻ ജഹാംഗീർ നമ്മുടെ രാജാവ് കണ്ടാലും രാജാവേ എന്തൊരു സൗണ്ട്. അല്ല, സൂപ്പർ സൗണ്ട്. ഇത് സൂപ്പർ. വേണം ആരബിയിൽ ഐഡിയ അപ്പച്ചനുമില്ല. വാ ഇങ്ങോട്ട്. അത് ശരി, ഇവിടെ വന്നിരിക്കും. നിങ്ങൾക്കുള്ളതാണ്.
ആരുടെ പേരിലായി? സ്വന്തം പേരിൽ. ഇതാണ് ഫ്യൂച്ചർ. അഞ്ജലി മേഡത്തിന്റെ പ്രോഗ്രാം രാജഗിരിയിൽ നടന്നപ്പോ അവരൊരു കാര്യം പറഞ്ഞു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത എത്ര ആൾക്കാരുണ്ട്? ധാരാളം ആൾക്കാരുണ്ട് അല്ലേ? ഹിന്ദി മലയാളം ട്രാൻസ്ലേഷൻ ഭയങ്കരമായി അവർ പറഞ്ഞൊരു കാര്യം, അവർ ആർസിനെ വെറുക്കാനുണ്ടായ കാര്യവും ആർസിനെ ഇഷ്ടപ്പെടാനുണ്ടായ കാര്യവും അവർ ആ പ്രോഗ്രാമിൽ പറഞ്ഞു. ശരിയല്ലേ? പലരും രാജഗിരി എന്റെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വരാതിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? അവർ ഓരോ കാര്യം പറയുമ്പോഴും കണ്ണ് നിറഞ്ഞു വേണ്ടിട്ട് ഞാൻ ടവർ എടുത്തിട്ട് കാരണം എന്താ പറയുക, എനിക്ക് ഓർമ്മ വന്നത് എന്റെ മക്കളെ. അഞ്ജലി ആ സ്റ്റേജിലോട്ട് കയറി വരുമ്പോ അച്ഛൻ ചെയ്ത പുണ്യകർമ്മത്തിന് കറക്റ്റ് ഫലം അനുഭവിക്കുന്നത് ആരാ? ആ മകളാ. 26 വയസ്സുള്ള ആ മകൾ കയറി വരുമ്പോ നൂറുകണക്കിന് ചെറുപ്പക്കാര് എഴുന്നേറ്റ് നിന്ന് കോട്ടുമിട്ട് അവരെ സ്റ്റേജിലോട്ട് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ഞാൻ ഓർത്തു, ഇതുപോലെ നല്ല കാര്യങ്ങൾ നാളെ ഞാനും ചെയ്താൽ, ഇന്ന് ഞാനും ചെയ്താൽ, നാളെ എന്റെ മകളെ കയറി വരുമ്പോഴും ആ മകളെ സ്വീകരിക്കാൻ ആയിരങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് വന്നപ്പോ എന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി. ഹലോ, എവിടെ നമ്മുടെ മക്കള്? ഇന്നൊരു പക്ഷേ അവര് നമ്മളെ എതിർക്കുന്നുണ്ടാവാം, അവർക്ക് ആശയം മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ പേടിക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ നമ്മുടെ മക്കളും വന്ന് ഈ സ്റ്റേജിനെ അടക്കി ഭരിക്കും. നമ്മളെക്കാൾ നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യും. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം അവര് 1 മിനിറ്റ് കൊണ്ട് ചെയ്യും. സൗരഭ് സാർ ആസിഫിന്റെ മീറ്റിംഗ് ആസിഫ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ സൗരഭ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 20 വർഷം അല്ലെങ്കിൽ 24 വർഷം എന്ത് നടന്നു എന്ന് നോക്കണ്ട. കഴിഞ്ഞ 24 വർഷം നടന്നത് അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ നേടുമെന്ന് ആസിഫിന്റെ സെക്കൻഡ് ജനറേഷനായ സൗരഭ് സാർ നമ്മളോട് പറഞ്ഞു. 24 വർഷം കൊണ്ട് നേടിയ വളർച്ച അടുത്ത 5 വർഷം കൊണ്ട് വരുന്ന പറഞ്ഞു. ഹലോ, നിങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നമ്മൾ ആർസ്യം വിട്ടുപോകാനാണ് പലരും നോക്കുന്നത്. അതല്ല വേണ്ടത്. പകരം ഇതിനൊന്ന് മുറുകെ പിടിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇന്ന് രാത്രി പോയിട്ട് എന്ത് വേണമെന്നറിയോ? നമ്മുടെ മക്കളും ഭർത്താവും ഭാര്യ അവരൊക്കെ കിടന്നുറങ്ങുമ്പോ അവരെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾ ഉറങ്ങിക്കോ മനുഷ്യ, അല്ലെങ്കിൽ മനുഷ്യത്തി, അല്ലെങ്കിൽ പിള്ളേരെ, അല്ലെങ്കിൽ അച്ഛ അമ്മ, ഞാനുണ്ട്. കാരണം ഞാൻ ചെയ്യുന്നത് ആർസ്യം. ആ 2500 പേര് ഇരുന്ന സ്റ്റേഡിയത്തില് എന്റെ മകൾക്ക് കിട്ടുന്ന അവിടെ ഇരുന്ന് ഞാൻ കിട്ടുന്ന സ്വീകരണം ഞാൻ അവിടെ ഇരുന്ന് സ്വപ്നം കണ്ടു. നമുക്ക് എത്ര പേർക്ക് പറ്റും? ഹലോ ഹലോ, ഇനി ഈ ലീഡേഴ്സ് ആണ് നമ്മളെ ആർസ്യം കേരളയിൽ നയിക്കാൻ പോകുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ആണോ? ആഷിക്ക് എന്താ പറഞ്ഞത്? തുടങ്ങുമ്പോൾ മിനിമം സ്റ്റാർ രൂപയിലേക്ക് തുടങ്ങുന്നത്. ഹലോ, ശരിയല്ലേ? ഞാനോട് ഒരു ബുദ്ധിയില്ലാത്ത ആളാണ്. കണ്ടാ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ കാഞ്ഞ ബുദ്ധിയാണ് അല്ലേ? നമ്മുടെ ഫ്യൂച്ചർ ഈ ഒരു ലീഡേഴ്സിന് വേണ്ടി നല്ലൊരു കാര്യം. നമ്മൾ വെറുതെ ഇതാക്കരുത് കേട്ടോ. നമ്മൾ വെറുതെ സമയം ടൈം പാസ് ചെയ്യരുത്. ആറ്റിറ്റ്യൂഡ്, എന്ത് ആറ്റിറ്റ്യൂഡ്? 2 ടൈപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് അല്ലെ, കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതിൽ ഏത് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്? ഏത് ആറ്റിറ്റ്യൂഡാണ് വേണ്ടേ? ബിസിനസ് ആറ്റിറ്റ്യൂഡ് ആണോ കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് ആണോ? കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് ആണ്, കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ 80% ആൾക്കാരും പ്രൊഡക്റ്റ് മതി. 20% എന്താ വേണ്ടേ? അവര് നോക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം? എങ്ങനെ വേണം? ബിസിനസ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആദ്യം പരാതി പറയൽ നിർത്തണം. അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ രസതന്ത്രം എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടാൽ മതി. അതിനകത്ത് ഇന്നസെന്റ് ഒരു മലയുടെ മലയിൽ പോയിട്ട്
സമയത്ത് ചില കാര്യങ്ങൾ വിളിച്ചു പറയും. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ശ്രദ്ധിക്കണം. RCB ലീഡേഴ്സ് ആണ് മൈക്കില്ല, മൈക്കിലൊന്നും പോയി വിളിച്ചു പറയും. ഹലോ, നിങ്ങൾ ബിസിനസ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക, ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കുക, മുന്നോട്ട് പോകുക. എത്ര സെഗ്മെന്റ് ഉണ്ട് അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വസ്ത്രം കഴുകില്ലേ, പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും വേണം, വേണ്ടേ? ഇല്ലെങ്കിൽ എല്ലാവരും പൽപ്പൊടി വേണം. എല്ലാവരും പല്ല് തേക്കുന്നവരല്ലേ അല്ലേ? വസ്ത്രം ധരിക്കില്ലേ, RCB ആക്കും. ഭക്ഷണം കഴിക്കില്ലേ, RCB ആക്കും. എഴുതില്ലേ, പേനയും നോട്ട്ബുക്കും RCB ആക്കും. ഇവിടെ കുറെ പേരുണ്ട് RCB അല്ലാത്ത പേനയുണ്ട് എഴുതുന്നവരും RCB അല്ലാത്ത നോട്ട്ബുക്കിൽ എഴുതുന്നവരും. എന്ത് കാര്യം? ആരുടെ കാര്യം? ആ കഷ്ടം. അതാർസിന്റെ പക്ഷെ അതിന് PV കിട്ടാത്ത ബുക്ക്, PV കിട്ടുന്ന RCB ബുക്കുണ്ട്. മേഡം കടയിൽ വിൽക്കുന്നില്ല, PV കിട്ടുന്ന ബുക്ക് വിൽക്കണം. മുകേഷ് കൊട്ടാരിയുടെ മകള് പറഞ്ഞത് അഞ്ജലി കൊട്ടാരി എന്താ പറഞ്ഞ? കുറെ വർഷങ്ങൾക്ക് ആ കുട്ടിക്ക് 8 or 9 വയസ്സുള്ളപ്പോൾ ഷിംലയിൽ ടൂർ പോയി തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു ഷോളും അപ്പന് ഒരു അടിപൊളി പേനയും മേടിച്ചു കൊടുത്തു. മുകേഷ് കൊട്ടാരിയുടെ മകൾ അഞ്ജലി കൊട്ടാരി വീട്ടിലോട്ട് വന്ന് വളരെ സ്നേഹത്തോടെ അച്ഛനടുത്തോടെ എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺമക്കള് ഇല്ലേ, അച്ഛന്മാർക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? എന്താണ് ഇഷ്ടം അല്ലേ? ഇഷ്ടത്തോടെ വാങ്ങും. മുകേഷ് കൊട്ടാരിക്ക് മകൾ പേന കൊടുത്തപ്പോൾ അത് വലിച്ചെറിഞ്ഞു എന്നാണ്. എന്നിട്ടോ മുകേഷ് കൊട്ടാരി പറഞ്ഞു, ഞാൻ RCB 2 രൂപയുടെ പേനുണ്ട്, ഓർക്കുന്നുണ്ടോ? 2 രൂപയുടെ ഒരു പേനുണ്ട്. ആ പേന എടുത്തിട്ട് പറഞ്ഞു, ഈ പേന കൊണ്ട് എഴുതുന്ന ഒരു സുഖം നീ കൊണ്ടുവന്ന ഷിംലയിൽ നിന്ന് കൊണ്ടുവന്ന പേനയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു. അത് വലിച്ചെറിഞ്ഞു. ആ കാരണം ആ കുട്ടി RCB 21 വർഷം പുറക്കാൻ കഴിയും. ഹലോ ഹലോ, പ്രോഡക്റ്റ് ഉപയോഗിക്കണം, ഭക്ഷണം കഴിക്കണം, തറ തുടയ്ക്കണം, ടോയ്ലറ്റ് കഴുകണം, തുണി കഴുകണം, കുളിക്കുന്നത് പറഞ്ഞു അല്ലെ, ഷാമ്പു ഉപയോഗിക്കണം, ക്രീമുകൾ ഉപയോഗിക്കണം, ചെരുപ്പിടണം, പെയിന്റ് അടിക്കണം, ചെടിക്ക് വളമിടണം. RCB ആയിരിക്കണം മാത്രം. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. ചന്ദ്രത്തിരി ഞാൻ പറയുന്നത്, നിങ്ങൾ 10 പ്രാവശ്യം പ്രാർത്ഥിക്കൂ, 10 മാറി മാറി കത്തിക്കും അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ ഏതേ തുടങ്ങും? ചന്ദ്രത്തിരിയുടെ കാര്യം പറയുമ്പോൾ അവിടെ നല്ല സത്യമാണല്ലോ ഈ കുട്ടിക്ക്. നമ്മുടെ പുതിയ ദോസ്തിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊന്ന് കത്തിച്ച് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാ ഇന്ന് വരും. എന്ത്? അക്കൗണ്ടിൽ 6-ാം തീയതി വൈകുന്നേരം ടക 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 ചെയ്യണം. ആര്? ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ഇതേപോലുള്ള 100 കണക്കിന് ശാലിനിമാർ, 1000 ശാലിനിമാരുണ്ട് മേഡം. അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. വെറുതെ 30-35 വർഷമായിട്ട് അംഗൻവാടിയില്ലേ അങ്ങനെ കിടന്ന് നടന്നുകൊണ്ട് കുറച്ച് വീട്ടിലെ കുട്ടികൾക്ക് നമുക്കൊരു സ്നേഹം കൊടുക്കാൻ പറ്റും. മേഡത്തെ പോലെ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ കൊണ്ടുവന്നാൽ അവരെ ചിരിപ്പിക്കാം, ഉല്ലസിപ്പിക്കാം, അവർക്ക് വരുമാനം മേടിച്ചു കൊടുക്കുന്ന ഒരു വഴി നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. നമ്മൾ RCB എന്ത് ഫോക്കസ് ചെയ്യണം? ഫങ്ഷൻസ്, ട്രെയിനിങ് ആൻഡ് മീറ്റിംഗ്സ്. എന്താണ് RCB ഫങ്ഷൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ കൂടിച്ചേരലൊക്കെ നമ്മുടെ ഫങ്ഷൻസ് ആണ്. നമ്മളെ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. വീട്ടിലോട്ട് ചുമ്മാ ഗസ്റ്റിനെ വിളിക്കണം, എന്നിട്ടോ ആ ബുജിയെ വിട്ട് പൊട്ടിച്ചു കൊടുക്കണം. അത് സൂചിച്ചാൽ പറയാം, കാരണം എന്റെ വീട്ടിൽ ആരും തന്നെ നമ്മൾ ആ കൊടുക്കുന്ന ബുജിയാണ്. എന്റെ ഫങ്ഷൻ തന്തൂരി ചിക്കൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. നമ്മൾ എന്താ കൊടുക്കുന്നത്? ബുജിയ. ആ ബുജിക്കകത്ത് 2 പച്ചമുളക് അരിഞ്ഞിട്ട്, അല്പം സവോള ഇട്ട്, അല്പം തക്കാളി മടങ്ങിട്ട്, ആ കുനുകുന അരിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടോ? ഇച്ചിരി നാരങ്ങ കൂടെ പിഴിഞ്ഞ് 1-2 മല്ലിയിലയും കൂടി ഇട്ടാൽ അമ്മോ പടച്ചോനെ. 2 പച്ചമാങ്ങ വിഷൻ എന്താണ്? രസമുള്ള ഒരു കാര്യമാണ്. അത് അടുത്തൊരു 10 മിനിറ്റ് കൊണ്ട് തീരും. രസം, വളരെ രസമുള്ള കാര്യം. എന്താണ് ചെയ്യുന്നത്? വായിക്കും.
എന്റെ ഈ പ്രസന്റേഷൻ ഇതിനു മുൻപ് ശലഭാമയുടെ എവിടെയാ? ശലഭാമയുടെ കണ്ടിരുന്നോ? ഞാൻ ഞെട്ടിപ്പോയി. ഇത് മുഴുവൻ പറയുന്നില്ല, കാണിച്ചു ഇപ്പൊ പടം കാണിച്ചു കേട്ടോ. എവിടെ ആശ്രമത്തിന്റെ മിഷണറി ആൾക്കാരെ കാണണമെങ്കിൽ എവിടെ വരണം? എവിടെ വരണം? എന്നോട് മിനിമയുടെ ഒന്ന് എഴുന്നേറ്റിരിക്കൂ, രാജീവമ്മയുടെ എഴുന്നേറ്റിരിക്കൂ, ലതാമ്മയുടെ എഴുന്നേറ്റിരിക്കൂ. ഇവരിന്ന് രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് രാത്രി 2 മണി വരെ ചിരിയായിരുന്നു ഈ മൂന്ന്. സത്യമാണ്. മൂന്ന് പേരും വരാപ്പുഴ. അതുകൊണ്ടല്ല ചിരി, കാരണം ഇവര് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം സന്തോഷിക്കാൻ ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടായത്. ഈ സന്തോഷം അനുഭവിക്കാനല്ലേ നമ്മളിവിടെ ട്രെയിനിങ് പ്രോഗ്രാം വെക്കുന്നത്? ഇതിനു വേണ്ടിയല്ലേ ആൾക്കാരെ വിളിക്കുന്നത്? ആ സന്തോഷം കൊണ്ട് മണിക്കൂറുകളോളം അവര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേദനിക്കുന്നവരെ കണ്ടിട്ട് കൊണ്ടുവരട്ടെ. ഒരു ഉത്തരവാദിത്വം നമുക്ക്. ഹലോ ഹലോ, അപ്പൊ മിഷണറി പീപ്പിൾ അവിടെ ഉള്ളത് ഇങ്ങനെയുള്ള മീറ്റിംഗിലാണ്. അതിനാണ് നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നത്. ഇനി ഒരു മീറ്റിംഗ് ഉണ്ടപ്പോ തന്നെ വരും, അവർ വേറെ ആരും കൂട്ടിക്കണം. തന്നെ വരും. ഇത് മുഴുവൻ പറഞ്ഞിട്ട് ഇനി തന്നെ വരുമോ? മിനിമം 2 മാത്രമേ കൂട്ടിക്കൊണ്ടുപോകും. ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഹസ്ബൻഡിനെ മാത്രമല്ല മകളെ കൊണ്ടുവരണം. ആ മകളെ നീ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറയണം അവരെ ഹലോ ഇനി നിങ്ങൾ അവരെ കണ്ടു. ഓക്കെ, ഇനി സലഭാമഴം പറഞ്ഞ വെള്ളം, ഇത് കടലിലെ വെള്ളം. എവിടുത്തെ വെള്ളം? കടലിലെ വെള്ളം. നമ്മള് ആർസ്യം കൊണ്ട് ഒരു വീട്ടിലോട്ട് ചെയ്യും 4, 3, 7 പ്രോഡക്റ്റ്. അവിടെ ചെന്ന് പറയും 6500 പ്രോഡക്റ്റ് ഉണ്ട്. എന്താ കൊടുക്കുന്നത്? ഒരു തവണ, ഒരാട്ട, ഒരു പേസ്റ്റ്, ഒരു ചായപ്പൊടി, ഒരു സെൻസേഷൻ സോപ്പ്, പിന്നെ ഏതെങ്കിലും അർത്ഥങ്ങൾ. ഇത്രയും അവരെ സംബന്ധിച്ച് എന്താ ആർസ്യം ഈ 6 അല്ലെങ്കിൽ 7 പ്രോഡക്റ്റാണ്. എന്നാൽ അവരെ കൂട്ടി കടലിലോട്ട് പോയാലും കടലിലെ വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുക്കുന്നതാണോ ആ കടൽ കൊണ്ടേ കാണിക്കുന്നതാണോ നല്ലത്? നമ്മൾ എന്താ ചെയ്യുന്നത്? ചില പ്രൊഡക്റ്റ് കൊണ്ട് അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നതിന് പകരം കയ്യെ കാലെ പിടിച്ചിട്ടാണെങ്കിലും ആർസിഎമ്മിന്റെ നല്ല എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുക? ഹലോ ഹലോ ഹലോ, ഇവിടെ ഉണ്ടല്ലോ. വീണ്ടും വെള്ളത്തിനൊരു പ്രത്യേകത, നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. ഈ വെള്ളം പാലിൽ ചേർത്താൽ പാലും വെള്ളമല്ല, പാലിന്റെ പൈസ കിട്ടും. കിട്ടുമോ? ഞാൻ പറയുന്നത് ശരി മനസ്സിലാവുന്നുണ്ടോ? രാംസാറിന് കണ്ടു എടാ ഇനി ഇവര് മുഴുവൻ പാലിൽ വെള്ളം ചേർക്കുള്ളൂ. പാലിൽ വെള്ളം ചേർക്കാറില്ല പോലെ ഇതിന്റെ ആ ഒരു പോയിന്റ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കിയാൽ മതി. ശരിയല്ലേ? അപ്പൊ ഇപ്പൊ നമ്മള് ഈ പരാതി പറയുന്ന ആൾക്കാരാണ്. പക്ഷെ പരാതി പറയാത്ത ലീഡേഴ്സിന്റെ കൂടെ കൂടുമ്പോ നമ്മളെന്തായിട്ട് മാറും? നമ്മളും അവരെ പോലെ ക്വാളിറ്റി ഉള്ള ആളായിട്ട് മാറും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി വെള്ളം ഒരു കുപ്പിയിലാക്കിയാലോ? മിനറൽ വാട്ടർ വില കൂടിയോ? ഇല്ലേ? നമ്മള് വെള്ളം വെറും വെള്ളം ഒരു ഇതില്ലാത്ത വെള്ളം. നല്ല നല്ല ലീഡേഴ്സിന്റെ കൂടെ കൂടുമ്പോ അവരുടെ അനുഭവം നമ്മൾ കിട്ടുമ്പോ അവരുടെ കൂടെ യാത്ര ചെയ്ത അറിവുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും വലിയ വിലയുള്ളവരായിട്ട് മാറും. അതേ വെള്ളം ഇച്ചിരി പാലൊഴിച്ച് ഇച്ചിരി ചായപ്പൊടി ഇട്ട് കഴിയുമ്പോഴോ ചായയായി. വില കൂടിയോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി. ഹലോ, അതേ വെള്ളം കുറച്ച് ജ്യൂസിൽ മിക്സ് ചെയ്താണ് വില
കൂടി. അപ്പൊ നമ്മൾ എന്തായിട്ട് മാറണം? നമ്മൾ എന്തായിട്ട് നമ്മൾ ജ്യൂസ് ആയിട്ട് മാറണം. മനസ്സിലായി? നമ്മൾ ജ്യൂസ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ശരിയാണ് പറയുന്നത് അല്ലെ? ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങളൊന്ന് കൊണ്ടുവന്നില്ല. ചില ആൾക്കാർ മസിനെ പിടിച്ചിരിപ്പോ സാറേ 1 മണിക്ക് എനിക്ക് ചോറണം ഇല്ലേ? ആ ഓരോ സന്ദർഭത്തിനും യോജിച്ച രീതി ആ വിഷനോട് കൂടി നമ്മളൊന്ന് പ്രവർത്തിച്ചു നോക്കിയാൽ എവിടെ എത്തുന്നുണ്ട്. നമ്മളും വലിയ കഴിവുള്ള ആൾക്കാരാവും. എന്നെ കാണുന്ന ഒരു സൗന്ദര്യം ഇല്ലാത്ത ആളാണ് പണ്ട്, ഒട്ടും ബുദ്ധിയില്ലാത്ത ആളായിരുന്നു. ഇപ്പോഴും ഇപ്പൊ ചിലര് പറയും ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാണ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണോ? നമുക്കറിയാവുന്നതാണ് അല്ലെ? ഇത് നമുക്കറിയാം. ഇനി വരാൻ പോകുന്നത് ഒരു പക്ഷെ നമുക്കറിയില്ല. PV എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അറിയാത്ത ആരെങ്കിലും? ടാർഗറ്റ് എടുത്ത് വർക്ക് ചെയ്യണം. നമ്മളും ടാർഗറ്റ് എടുക്കണം, ടീമിനും ടാർഗറ്റ് കൊടുക്കണം. ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അന്ന് മുതൽ ഞാൻ ഇതിനു വേണ്ടി ടാർഗറ്റ് എടുത്ത് വർക്ക് ചെയ്തു. 30 പേരെ കൊണ്ടുവരുന്നതായിരുന്നു എന്റെ ടാർഗറ്റ്. 22 പേരെ ഇവിടെ എത്തിച്ചു. അന്ന് ഒരു ടാർഗറ്റ് എടുത്തു. നമ്മൾ എടുക്കേണ്ട ടാർഗറ്റ് എന്താ? 1 പ്രീ ഡയമണ്ട് ക്ലബ്ബ് മിനിമം 2500 PV ചെയ്യുന്ന കസ്റ്റമർ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യൂ. നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. കടയിൽ വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുമ്പോ നമ്മൾ കാണുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, അവസരം പറഞ്ഞു കൊടുക്കും. എന്ത് ഇങ്ങനെ ഇതുണ്ട്, അല്ലെങ്കിൽ എന്ത് വേണം, ഡയമണ്ട് ക്ലബ്ബ്. നമ്മളെല്ലാവരും PV ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരോടും പറയാറില്ല. ഡയമണ്ട് ക്ലബിന്റെ പവർ എന്താണെന്നറിയോ? ഇതൊരു സാധനമുണ്ട് ഇവിടെ പ്രത്യേകത. സാറ് ഇതിൽ ഇത്ര സ്റ്റാർ ഉണ്ട്. കഴിഞ്ഞ 36 മാസം മുടങ്ങാതെ എല്ലാ മാസവും 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിൽ 5000